ഹലോ എവ്രി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് പോവേർട്ടി ആയിരുന്നു. പോവേർട്ടി പഠിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 പോയിന്റ് വെച്ച് പോവേർട്ടി കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ICDS എക്സാമിന് പോവേർട്ടി കവർ ചെയ്യേണ്ടത് 5 രീതിയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ 5 ഫാക്ടേഴ്സ് 2 നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്തു. ഒന്ന് എന്ന് പറയുന്നത് പോവേർട്ടിയുടെ കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോവേർട്ടിയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്കോർ ചെയ്തത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചത്. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോവേർട്ടി മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് എന്ന് പറയുന്നത് പോവേർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡെക്സുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. കാരണം മിക്കവാറും ചാൻസ് ഉള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരാൻ വലിയ രൂപത്തിലുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് പോവേർട്ടിയുടെ ഇൻഡെക്സ് 2 ടൈപ്പിൽ നമ്മൾ പഠിക്കണം. ഒന്ന് ഗ്ലോബൽ ഇൻഡെക്സ് എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ നാഷണൽ ഇൻഡെക്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്ലോബൽ ഇൻഡെക്സും നാഷണൽ ഇൻഡെക്സും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാമുകളാണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ടു സഹാരി റേസ് പ്ലസ്. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ഞാൻ സോഷ്യോളജിയാണ് എൻ്റെ മാസ്റ്റേഴ്സും കഴിഞ്ഞത്, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞത് സോഷ്യോളജിയാണ്. UGC നെറ്റ് ആൻഡ് JRF ഉണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് മെൻഡറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു, റൈറ്റ്. ഒന്ന് ഇൻഡെക്സ് പഠിക്കാൻ വേണ്ടി പോകുന്നു, രണ്ടാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗവൺമെൻറ് പ്രോഗ്രാംസാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് ഗ്ലോബൽ ഇൻഡെക്സുകൾ പഠിക്കാം. ഏതെല്ലാമാണ് ഗ്ലോബൽ ഇൻഡെക്സ് നമുക്ക് നോക്കാം, റൈറ്റ്. ആദ്യത്തെ ഗ്ലോബൽ ഇൻഡെക്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇത്രയും ഇൻഡെക്സുകളാണ്, അതായത് 4 ഇൻഡെക്സുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ 4 ഇൻഡെക്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് ആണ് നമുക്ക് ആദ്യം കവർ ചെയ്യാനുള്ളത്. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. എന്താണ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്? ICDSന് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ പെർട്ടിക്കുലർ ഏരിയ, ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എന്നുള്ളത്. നോക്കൂ, ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഇൻഡെക്സ് പഠിക്കുന്ന സമയത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് മെഷർമെൻറ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് ആരാണ് റിലീസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്പറുകൾ അതിലുണ്ടെങ്കിൽ ആ നമ്പറും പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് ആ ഇൻഡെക്സിൽ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതും മറ്റൊന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ആ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഏതാണെന്നുള്ളതും നിങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ചു വെക്കണം. നോക്കൂ, ഗ്ലോബൽ ഇൻഡെക്സ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓർഗനൈസേഷൻ ചേർന്നിട്ടാണ്. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഓർഗനൈസേഷൻ ഏതൊക്കെയാണത്? ഒന്ന് UNDP എന്ന ഓർഗനൈസേഷനും മറ്റൊന്ന് OPHI എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്? യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് UNDPയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും കൂടി ചേർന്നിട്ടാണ് ഈ റിലീസ് ഇറക്കുന്നത്. സോ ഇന്ത്യയുടെ സംബന്ധിച്ചിട്ട് ഈ ഇൻഡെക്സ് പറയുന്നത് 22.8 കോർ അഥവാ 22.8 കോടി ആളുകൾ ഇന്ത്യയിൽ എന്തുണ്ട്, ഇന്ത്യയിൽ പൂവറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു മെഷർമെൻറ്റ് എന്നുള്ളത് ഇന്ത്യ 2005 മുതൽ 2006 കാലഘട്ടം മുതൽ 2019-21 കാലഘട്ടത്തിനിടയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പോവേർട്ടി റിഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നമ്പറും അവർ പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 55% ഇന്ത്യയുടെ പോവേർട്ടി 2005 to 2006. ഇത് ഇവരുടെ കണക്കാണ്, ഈ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ കണക്കാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സെൻസസിൻ്റെ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കരുത്. ഈ ഓർഗനൈസേഷൻ പറയുന്നത് 2005 മുതൽ 2006 വരെ 55% ഉണ്ടായിരുന്നു ഇന്ത്യയുടെ. 6 മുതൽ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് 55% ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പോവേർട്ടി. എന്നാൽ 2019 മുതൽ 2021 കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നു. എത്രയായിട്ടുണ്ട്? 16.4% ആയി മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ 16.4% അവരുടെ കാൽക്കുലേഷൻ അവർ പറയുന്നത് 22.8 കോർ ആളുകളാണ് ഇന്ത്യയിൽ ടോട്ടൽ പോവേർട്ടിയിലുള്ള ആളുകളായിട്ട് പറയപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. 2023 ശ്രദ്ധിച്ച് കേൾക്കണം. 2023 കാരണം ഇത് ക്വസ്റ്റ്യനായി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 2023
റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, വളരെ റീസെൻ്റായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 111 പറയുന്നത്. അപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്? 124 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 111. നോക്കൂ, ICDS ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന്. അപ്പം പഠിച്ചു വയ്ക്കുക, ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 111 അതിൽ 124 രാജ്യങ്ങളെയാണ് അവർ മെഷർമെന്റ് എടുക്കുന്നതും ഓർത്തു വയ്ക്കുക. റിപ്പോർട്ട് വന്നിട്ടുള്ളത് 2023 ഈ വർഷത്തെയാണെന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കണം. റൈറ്റ്. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് ഗ്ലോബൽ ഇൻഡെക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ബാങ്ക് പോവർട്ടി ഇൻഡെക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് വേൾഡ് ബാങ്ക് പോവർട്ടി ലൈൻ എന്നുള്ളത്. അഥവാ വേൾഡ് ബാങ്ക് പോവർട്ടി ലൈൻ ആ പേരിൽ തന്നെ ഉണ്ട്. ആരാണ് റിലീസ്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏത് ഇൻഡെക്സ് പഠിക്കുന്ന സമയത്തും നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, എന്താണ് അതിൻ്റെ മെഷർമെന്റ് എന്നുള്ളതും, 2, ആരാണ് അത് റിലീസ് ചെയ്യുന്നുള്ളതും. ഈ വേർഡിൽ തന്നെ ഉണ്ട്, ഈ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് വേൾഡ് ബാങ്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിസൾട്ട് വേൾഡ് ബാങ്ക് ആണ് റിലീസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ദ ഇന്റർനാഷണൽ ലെവൽ ദ വേൾഡ് ബാങ്ക് ഹാസ് സെറ്റ് ഇന്റർനാഷണൽ പോവർട്ടി ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത് ആരാണ്? വേൾഡ് ബാങ്ക് തന്നെയാണ്. ഇനി എന്താണ് ഈ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്നത്? നോക്കൂ, ഇവരുടെ കണക്ക് പ്രകാരം 2007 പ്രൈസ് മെക്കാനിസം വെച്ചിട്ട് അവർ പറയുന്നത് ഒരു ദിവസം ഒരു പേഴ്സണിന് 2.15 പെർ പേഴ്സണ് ഡോളർ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അഥവാ $2.17 അവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2.150 ആണ്. $2.150 അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയെ നമ്മൾ പോവർട്ടി ലൈനിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ഈ ഗ്ലോബൽ ഇൻഡെക്സുകൾ ഡോളർ ബേസിൽ പറയുന്ന സമയത്ത് ഇന്ത്യയിൽ അത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഡോളറിൻ്റെ പ്രസന്റ് റേറ്റ് എന്ന് പറയുന്നത് 83 രൂപയാണ്. 83 ആണ് $1 വരുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 200 രൂപയുടെ അടുത്തെങ്കിലും ഉണ്ടായിരിക്കും. ഒരു ദിവസം 200 രൂപയെങ്കിലും ഒരു വ്യക്തിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ താഴെയായിട്ട്, അതായത് പോവർട്ടി ലൈനിന്റെ താഴെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. റുപ്പിയും ഗ്ലോബൽ വാല്യൂസും തമ്മിൽ മാറ്റം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അഥവാ ഈ ഡോളറുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയും ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ വരാം. പക്ഷേ ഇവരുടെ പെർസെൻറ്റേജ് ആയിട്ട് ഇവർ പറയുന്നത് 2.15 പെർ പേഴ്സണ് പെർ ഡേ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അഥവാ ഡോളർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് പോവർട്ടി ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ പോവർട്ടി ലൈൻ പറയുന്നത്. മറ്റൊരു പോവർട്ടി ലൈൻ എന്നുള്ളത് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ചോദിക്കാം നിങ്ങളോട്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ഏത് ഓർഗനൈസേഷനാണ് റിലീസ് ചെയ്യുന്നത്? IMF തന്നേക്കാം, UNDP തരാം, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് തരാം. പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ 2 കാര്യങ്ങളും വേൾഡ് ബാങ്ക് പോവർട്ടി ലൈനും അതുപോലെ തന്നെ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സും റിലീസ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണെന്നുള്ളത് നിങ്ങൾ വളരെ വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. വേൾഡ് ബാങ്ക് ആണെന്ന് അറിഞ്ഞിരിക്കണം. റൈറ്റ്. സോ ഇവിടെയും വേൾഡ് ബാങ്ക് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇറ്റ് മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി ബൈ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് മണി റിക്കോർഡ് ബൈ ദ പുവർ ഹൗസ് ഹോൾഡ്സ് ഇൻ ഓർഡർ ടു റീച്ച് ദ പോവർട്ടി ലൈൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഹൗസ് ഹോൾഡിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ മിനിമം റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോവർട്ടിക്ക് മുകളിൽ നിന്നും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും? അതിന് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുന്നതിനെയാണ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നത്. റൈറ്റ്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ആയിരിക്കും അവർ കയ്യിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ഒന്നുകൂടിയും അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇറ്റ്സ് മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി ബൈ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് മണി റിക്കോർഡ് ബൈ എ പുവർ ഹൗസ് ഹോൾഡ് ഇൻ ഓർഡർ ടു റീച്ച് ദ പോവർട്ടി ലൈൻ. നോക്കൂ, ഓരോ രാജ്യങ്ങളിലെയും പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന സാധനം പോലെയല്ല അമേരിക്കയിൽ ഒരു സാധനം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് അവർ പറയുന്നില്ല. പലപ്പോഴും നാഷണൽ ലെവലിലുള്ള മോണിറ്ററി ബേസ് വെച്ചിട്ട് അസസ്മെന്റ് വെച്ചിട്ടാണ് പോവർട്ടി ഗ്യാപ്പ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത് അവർ അസസ് ചെയ്യുന്നത്. റൈറ്റ്. ഡോളറിലല്ല എന്നുള്ളത് ഓർത്ത് വെക്കണം. റൈറ്റ്. ദെൻ മറ്റൊരു ഇൻഡെക്സ്, 4ാമത്തെ ഇൻഡെക്സ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? 4th ഇൻഡെക്സ് എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെറിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ്. ഇതും വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ടാണ്. ഇൻഡെക്സ് മാത്രമല്ല, ഇതൊരു റിപ്പോർട്ടും കൂടി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇറ്റ് റിലീസ്ഡ് ബൈ വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത്. 2 ഇൻഡെക്സ് നമ്മൾ കവർ ചെയ്തു. ഇതിപ്പോൾ റിപ്പോർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെറിറ്റി എന്ന റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ ഇൻഡെക്സും കൂടി ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ഗ്ലോബൽ ഇൻഡെക്സ് ഓഫ് പോവർട്ടീസ് എന്ന രൂപത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്.
ഇതും റിലീസ് ചെയ്യുന്നത് ആരാണ്? ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോവർട്ടി ഷെയർഡ് പ്രോസ്പെറിറ്റി റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷനാണ് റിലീസ് ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓർക്കണം, അതും വേൾഡ് ബാങ്കിൻ്റെതാണെന്നുള്ളത് ഓർത്ത് വെക്കണം. റൈറ്റ്. സോ അക്കോർഡിംഗ് ടു ഇറ്റ്, in 2022 alone, the number of people living below the extreme poverty line rose by around over 70 million എന്നാണ് പറയുന്നത്. അഥവാ 2020 കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ 70 മില്യൺ ആളുകൾ പോവർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ഗ്ലോബൽ ലെവലിൽ പോവർട്ടി ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? നോക്കൂ, മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. 2020 ഗ്ലോബൽ പാൻഡമിക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കൊറോണ വന്നിട്ടുണ്ടായിരുന്നത്. കൊറോണ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് പട്ടിണിയിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പേരെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു പോയിട്ടുണ്ട്, അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരുന്ന ഒരുപാട് പേരുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊറോണ എന്ത് ചെയ്തിട്ടുണ്ട്? പോവർട്ടി ലൈനിൻ്റെ നമ്പർ കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പോവർട്ടിയിലേക്ക് വരുന്നതിന് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഉക്രൈൻ റഷ്യ വാർ നമുക്കറിയാം. ഉക്രൈൻ റഷ്യ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും പോവർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ പല രൂപത്തിലുള്ള വാറുകൾ നടക്കുന്നു. ഇപ്പോൾ പലസ്തീനായിട്ടും ഇസ്രായേലായിട്ടുള്ള വാർ നടക്കുന്നു. സോ ലോകത്ത് പല അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള വാർ നടന്നുകൊണ്ടിരിക്കുന്നു. സോ പല സ്ഥലങ്ങളിലും ഗ്ലോബൽ ക്രൈസിസ് വരുന്നുണ്ട്. ആ ഗ്ലോബൽ ക്രൈസിസിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോവർട്ടിയിൽ നിന്ന് ഗ്ലോബൽ ലെവലിൽ ഇൻക്രീസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ പോവർട്ടി കുറയുകയാണെന്നുള്ളതാണ് ഗ്ലോബൽ റിപ്പോർട്ടുകളെല്ലാം പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി 2020 to 2023 എന്തിട്ടുണ്ട്? ഇന്ത്യയിൽ പോവർട്ടി ചെറിയ രൂപത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് വലിയ മെഷേഴ്സുകൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഒക്കെ ഭാഗമായിട്ട് ഫുഡ് സബ്സിഡി പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എങ്കിലും എന്താണ്, ഗ്ലോബൽ ലെവലിൽ പോവർട്ടിയുടെ റൈസിനനുസരിച്ച് ഇന്ത്യയിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതുമാണ് റിപ്പോർട്ടുകൾ പലതും പറയാൻ വേണ്ടി പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഈ കാര്യം ഒന്ന് നോക്കി വെക്കാം. സോ നമ്മളെ സംബന്ധിച്ചിട്ട് 4 ഇൻഡെക്സുകൾ പഠിക്കാനുണ്ട്. 4 ഇൻഡെക്സിൽ എക്സ്ക്ലൂസീവ്ലി നമുക്ക് 3 ഇൻഡെക്സുകളും പഠിക്കാനുണ്ട്, ഒരു റിപ്പോർട്ടും പഠിക്കാനുണ്ട്. ഏതെല്ലാമാണെന്ന്? ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത്? 2 ഓർഗനൈസേഷൻസ്. റൈറ്റ്. 2 ഓർഗനൈസേഷൻസ് UNDPയും OPHIയും കൂടി ചേർന്നാണ് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണം. റൈറ്റ്. വേൾഡ് ബാങ്ക് പോവർട്ടി ലൈനാണ് അടുത്തത് പറയേണ്ടത്, അത് വേൾഡ് ബാങ്ക് ആണ്. ദെൻ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, അതും വേൾഡ് ബാങ്ക് ആണ്. ദെൻ ഒരു റിപ്പോർട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെറിറ്റി റിപ്പോർട്ടും കൂടിയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കണേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതാണ്? ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടി നമുക്കറിയണം. നോക്കൂ, ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 പെർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പോവർട്ടി ഹെഡ് കൗണ്ട്. എത്ര പേര് പോവർട്ടിയിൽ വന്നിട്ടുണ്ട്, അവരുടെ ഹെഡ് കൗണ്ട് ആണ് എടുക്കുന്നത്. അത് ആ ഒരു പെർട്ടിക്കുലർ ഹെഡ് കൗണ്ട് എടുക്കുന്നു, ബൈ ദ ഇൻറ്റൻസിറ്റി, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തുമായിട്ട്? ഇൻറ്റൻസിറ്റി ഓഫ് പോവർട്ടിയുമായി മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് പറയുന്നത്. അഥവാ ഇത്രയേ ഉള്ളൂ, എത്ര പേര്, 100 പേരിൽ എത്ര പേര് വളരെ പൂവറായിട്ടുണ്ട്, നമ്പർ വൈസിൽ പൂവറായിട്ടുണ്ട് നോക്കുന്നു. അതിപ്പോൾ 10 പേരായിരിക്കാം, അല്ലെങ്കിൽ 20 പേരായിരിക്കാം. ആ 20 പേരിൽ തന്നെ അവരുടെ ആ 20 പേരുടെയും അല്ലെങ്കിൽ ആ 20 പേരിൽ തന്നെ ആളുകളുടെ ഇൻറ്റൻസിറ്റി കൂടി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിലെ നമ്മൾ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് ഈ പറയുന്ന ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ്. പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിലുള്ള ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം എന്താണെന്നുള്ളതാണ് അവർ നോക്കുന്നത്. രണ്ടാമത്തെ നോക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് എത്രയാണുള്ളത്. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര കാലഘട്ടം നിങ്ങൾ ജീവിക്കാൻ ചാൻസസ് ഉണ്ട്, നിങ്ങളുടെ ആരോഗ്യം എത്ര കാലത്തോളം നീണ്ടു നിൽക്കാൻ ചാൻസ് ഉണ്ട്, ഇതാണ് അവർ നോക്കുന്നത്. 3 നിങ്ങളെ എഡ്യൂക്കേഷനാണ് അവർ മെഷർ ചെയ്യുന്നത്. ഇത് 3മല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള പല സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ട് സബ് കാറ്റഗറൈസേഷൻ വെച്ച് 13ഓളം ഇൻഡെക്സുകൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ പ്രൈമറിലി 3 വരുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഈ 3 കോൺസെപ്റ്റുകളാണ് അവർ പ്രൈമറിലി നോക്കുന്നത്. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പം നമ്മൾ ഗ്ലോബൽ ലെവലിലുള്ള ഇൻഡെക്സസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. 3 ഇൻഡെക്സസും ഒരു റിപ്പോർട്ടും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഷണൽ ലെവലിൽ ഏതെങ്കിലും
ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡെക്സസുകളോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നോക്കൂ, ഗ്ലോബൽ ലെവലിൽ 3 ഇൻഡെക്സുകളും ഒരു റിപ്പോർട്ടും പറഞ്ഞ പോലെ തന്നെ നാഷണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് 2 പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡെക്സസുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. റൈറ്റ്, അത് ഏതൊക്കെയാണ് 2 പെർട്ടിക്കുലർ ഇൻഡെക്സസ് എന്നുള്ളത്? ഒന്ന് നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, മറ്റേത് നമ്മൾ പഠിച്ചതാണ് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. മാറിപ്പോവരുതേ, ചേഞ്ച് ആയി പോവരുതേ, കൺഫ്യൂഷൻ ആയി പോവരുത്. ഒന്ന് പഠിച്ചത് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ് കവർ ചെയ്യുന്നത്. ഈ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും ആരാണ് റിലീസ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന സ്റ്റേറ്റും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന സ്റ്റേറ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. റൈറ്റ്, ദെൻ മറ്റൊന്ന് നമുക്ക് വരുന്നത് ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ഇൻഡെക്സുകളാണ് ഇന്ത്യയിൽ പോവർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രൈമറിലി വരുന്ന 2 ഇൻഡെക്സുകൾ. റൈറ്റ്, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്താണ്? ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗാണ് ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നീതി ആയോഗാണ് ഈ പറയുന്ന ഇൻഡെക്സ്. നിങ്ങൾക്ക് തെറ്റിച്ച് തരും. നിങ്ങളുടെ ഓപ്ഷനിൽ പലപ്പോഴും എന്ത് ചെയ്യും, മിനിസ്ട്രിയുടെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കാം, നീതി ആയോഗ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങളുടെ റൂറൽ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു തരും, റൂറൽ മിനിസ്ട്രി എന്ന് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും കൺഫ്യൂസിങ് ആയി പോകരുത്. ഓർത്തു വയ്ക്കുക, നീതി ആയോഗാണ് ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇനി എന്തിൻ്റെ ബേസിലാണ് ഈ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. നോക്കൂ, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഒന്നെന്താണ്, ഈ പെർട്ടിക്കുലർ റിപ്പോർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ഈ ഇൻഡെക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ടിൻ്റെ ബേസിലാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4 എന്നുള്ള ബേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നോക്കൂ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് IIPS ആണ്, അഥവാ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIPS, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരാണ് ഈ പറയുന്ന നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിലീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ. റിലീസ് ചെയ്യുന്നല്ല, ഇവരാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. സോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4th ആണ്. പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5th ഇറങ്ങിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അത് 2022-23 ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ 2022-23 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗനൈസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആണ് IIPS എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കുറച്ച് മുന്നേ ഈ IIPSൻ്റെ ചെയർമാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് വലിയ രൂപത്തിൽ നാഷണൽ ലെവലിൽ ന്യൂസായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് പോവർട്ടിയിലേക്ക് ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ നിന്നാണ് എന്തെടുക്കുന്നത്, നീതി ആയോഗ് നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന് എന്തെടുക്കുന്നത്, റിപ്പോർട്ടിൽ ആ ഇൻഡെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റുകളെല്ലാം അവർ കളക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങൾ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഈ ഇൻഡെക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നും ഏറ്റവും ലോ പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായി പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ പേര് ബീഹാർ എന്നല്ല, ഏതാണ്, കേരളം എന്നുള്ളതാണ്. റൈറ്റ്, കേരളമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും ബെസ്റ്റായി പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ മൾട്ടി ഡൈമെൻഷണൽ പൂവർ, അതായത് പൂവർ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ആയിട്ട് പറയപ്പെടുന്നത് ഇന്ത്യയിൽ കേരളമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പൂവറുള്ള സ്റ്റേറ്റ് ആയിട്ട് പറയപ്പെടുന്നത് നമ്മൾ ബീഹാറിനെയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ബീഹാറാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ, നോക്കണേ, ഹയസ്റ്റ് പെർഫോമൻസ് അല്ല, ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ മൾട്ടി ഡൈമെൻഷണലി പൂറായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. റൈറ്റ്, സോ ബീഹാറും കേരളവുമാണെന്നുള്ള നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റും ലോ ആയി നിൽക്കുന്ന സ്റ്റേറ്റും ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊരു ഇൻഡെക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. BNI എന്നാണ് അതിനെ പറയാറുള്ളത്. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എക്കണോമിക് സർവേ ആണ്. അതായത് എക്കണോമിക് സർവേ എന്ന് പറയുകയാണെങ്കിൽ ഓർത്ത് വയ്ക്കണേ, നമ്മുടെ ബഡ്ജറ്റ് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട്, ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കഴിഞ്ഞ വർഷത്തിൻ്റെയും കഴിഞ്ഞ ആനുവൽ
ആനുവൽ ഫിനാൻഷ്യൽ സബ്മിറ്റിൻ്റെയും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ എക്കണോമിക് സർവേ എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നത്. ഈ എക്കണോമിക് സർവേയിൽ ശ്രദ്ധിക്കണേ, ഈ എക്കണോമിക് സർവേ എല്ലാ വർഷവും ഇറക്കുന്നതാണ്. എക്കണോമിക് സർവേ ഉള്ളത് എല്ലാ വർഷങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, എക്കണോമിക് സർവേ ഇറക്കാറുണ്ട്. അപ്പോൾ ഈ എക്കണോമിക് സർവേയിൽ 2016 ആദ്യത്തെ പിങ്ക് വളരെ ശ്രദ്ധിക്കണേ, പിങ്ക് എക്കണോമിക് സർവേ വരുന്നത്. സോ 2021 എന്ത് ചെയ്തു, എക്കണോമിക് സർവേയിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു പുതിയൊരു ഇൻഡെക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്നുള്ളത്. സോ 2021 യൂസിങ് ദി ഡേറ്റ ഫ്രം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 1 നിങ്ങളോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് NSSOയും അതുപോലെ തന്നെ CSOയും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓർഗനൈസേഷനും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തിരുന്നു, ഒരു പുതിയൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് NSO എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ്, അത് തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. ആ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ എടുക്കുന്നത്. ഇറ്റ് എയിം ടു ക്വാളിഫൈ ദ ബേസിക് നീഡ് ഓഫ് അപ്രോച്ചിങ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. സോ ബെയർ നെസസിറ്റി ഇൻഡെക്സ് സമ്മറൈസ് 26 ഇൻഡിക്കേറ്റേഴ്സ്, 26ഓളം ഇൻഡെക്സുകൾ വെച്ചിട്ട് നമ്മളതിനെ 5 ഡയമെൻഷനിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, കീറി മുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ പൂവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നത്. റൈറ്റ്, ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, നാഷണൽ ലെവൽ വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഏതാണ് നമ്മൾ ഇൻഡെക്സ് നമ്മൾ കവർ ചെയ്തു, ഗ്ലോബൽ ഇൻഡെക്സും കവർ ചെയ്തു, അതുപോലെ തന്നെ നാഷണൽ ഇൻഡെക്സും കവർ ചെയ്തു. ഗ്ലോബൽ ഇൻഡെക്സുകൾ 3 കവർ ചെയ്തു. UNEP-യുടെ DP-യുടെ കേസ് നമ്മൾ പഠിച്ചു. HIന്റെയും നമ്മൾ എന്താണ് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പറഞ്ഞു. പിന്നീട് വേൾഡ് ബാങ്കിന്റെ 2 ഇൻഡെക്സും ഒരു റിപ്പോർട്ടും പഠിച്ചു. ഇപ്പോൾ അതാ നമ്മൾ നാഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും കവർ ചെയ്തു. ബെയർ നെസസിറ്റി ഇൻഡെക്സും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. റൈറ്റ്, ഇപ്പം നമ്മുടെ 3ാമത്തെ ചാപ്റ്ററും അല്ലെങ്കിൽ 3ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. 5 പോയിന്റിൽ നമ്മൾ 3 പോയിന്റുകൾ കവർ ചെയ്തു. ഏതെല്ലാമായിരുന്നു 3 പോയിന്റുകൾ? നമ്മൾ ഫസ്റ്റ് കവർ ചെയ്ത പോയിന്റ് എന്നുള്ളത് ഇതായിരുന്നു. അതായത് എന്താണ് പോവേർട്ടി എന്ന് കവർ ചെയ്തു. 2 നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് പോവേർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പോവേർട്ടിയുടെ കോൺസെപ്റ്റ് പഠിച്ചു, അതിൻ്റെ ടൈപ്പ് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് അതിൻ്റെ മെഷർമെൻറ്റുകൾ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മളിതാ ഇൻഡെക്സസും നമ്മൾ വളരെ വൃത്തിക്ക് കവർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെല്ലാം പ്രോഗ്രാമുകൾ പോവേർട്ടി അലിവിയേഷന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കണേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഇന്ത്യയിലെ പൂവേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂവേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കലി ഒരു ജേണിയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഇയേഴ്സുകൾ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഒരുപാട് പ്രോഗ്രാമുകളുടെ പേരുകൾ പറയാൻ വേണ്ടി പോകുന്നുണ്ടാകും. ആ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഞാൻ എടുത്ത് പറയുന്നതും ആയിരിക്കും. റൈറ്റ്, സോ 1 by 1 ആയി നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് എന്തെല്ലാം പ്രോഗ്രാംസുകളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്, സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രോഗ്രാമിൻ്റെ പേര് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഇങ്ങനെയാണ്, പ്രോഗ്രാമിൻ്റെ പേര് വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ ചോദിക്കാനുള്ള ചാൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇയർ വളരെ കറക്റ്റായി പഠിച്ചു വയ്ക്കുക. കാരണം പണ്ട് നമ്മളെ PSCയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇയർ ചോദിക്കലായിരുന്നുണ്ടെങ്കിൽ ഇയറിലും ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവസം വരെ ചോദിക്കുന്നതാണെങ്കിൽ PSC എന്ത് ചെയ്തു, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. PSC ഇപ്പം എങ്ങനെയാണ് UPC മോഡലിൽ എന്താണ് ഒബ്ജക്റ്റീവ്സും കൂടി ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അഥവാ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താ കൂടി നമുക്ക് വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് PSC പഠിക്കുന്ന ഈ PSCയുടെ ICDSന്റെ പഠിക്കുന്ന സമയത്ത് ഇയറും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും എന്താണെന്ന് വളരെ വൃത്തിക്ക് നമ്മൾ അറിഞ്ഞു വയ്ക്കുക എന്നുള്ള. കാരണം നമ്മളെ കൺഫ്യൂസിങ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ PSCയുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് 1 by 1 ആയിട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? നോക്കൂ, 2000ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊറോണയുടെ സമയത്താണ്. അപ്പം ഗ്ലോബൽ ക്രൈസിസ് വരുന്ന സമയത്തോ നാഷണൽ ക്രൈസിസ് വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് പോയി നോക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്?
പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഇൻഡിപെൻഡൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രീ ഇൻഡിപെൻഡൻസിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എങ്ങനെയാണ്, 1945 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് 1945 സ്പെഷ്യൽ ഫീച്ചർ എന്താണ്? 1945 സെക്കൻഡ് വേൾഡ് വാർ എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻഡ് ചെയ്യുന്നത്. 1939 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ട് 1945 ഈ സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഗ്ലോബലി വലിയ രൂപത്തിലുള്ള ഫുഡ് ഷോർട്ടേജ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഷോർട്ടേജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആളുകൾക്ക് റേഷൻ സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, അറിഞ്ഞു വെച്ചോളൂ, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ലോകത്ത് എവിടെയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയോ ലോകത്ത് എവിടെയെങ്കിലും ഒരു വാർ ക്രൈസിസ് വരികയോ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ സ്വാഭാവികമായിട്ടും ഫുഡ് ക്രൈസിസ് ഓട്ടോമാറ്റിക്കലി വരും. ഓട്ടോമാറ്റിക്കലി ഫുഡ് ക്രൈസിസ് വലിയ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റുകൾ, ഓരോ ഗവൺമെൻറ്റുകളും, അത് ഏത് ഗവൺമെൻറ്റുകളാവട്ടെ, ആ ഗവൺമെൻറ്റുകൾ അവർ റേഷൻ സിസ്റ്റം കൊണ്ടുവരും. ആ റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു ദിവസം കഴിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ഫുഡിൻ്റെ ക്വാളിറ്റി അവർ മെഷർമെൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അവർ ക്വാളിറ്റി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നും ലോകത്ത് പല രാജ്യങ്ങളിലും ഈ പറയുന്ന റേഷൻ സിസ്റ്റം തന്നെ നടക്കുന്നുണ്ട്. ഉക്രൈനിൽ നടക്കുന്നുണ്ട്, അർമേനിയയിൽ നടക്കുന്നുണ്ട്, ഗാസയിൽ ഇപ്പോൾ ഫ്ലഡിങ് ചെയ്യുന്നുണ്ട്. ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഇപ്പം ഗ്ലോബൽ അസിസ്റ്റൻസ് വരുന്നുണ്ട്. അതും റേഷനിങ് മോഡൽ തന്നെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇന്ത്യയിൽ തുടങ്ങുന്നത് 1947 അതിന് മുന്നേ തന്നെ, അതായത് പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1945 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ സമയത്താണ് നമ്മുടെ നാഷണൽ ലീഡേഴ്സും എന്തെന്ന് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്, ഇന്ത്യൻ ഗവൺമെൻറ്റും 1947 തന്നെ എന്ത് ചെയ്തു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് 1947 റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. വാക്ക് ശ്രദ്ധിക്കണേ, റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കുറച്ചും കൂടി നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയാണ് അത് ഉണ്ടായത്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അതായത് ഗ്രീൻ റെവല്യൂഷന് ശേഷം, അതായത് 1960 ശേഷം 60s ശേഷം ഒരു 1967 ആയപ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതുവരെ നമുക്ക് ഈ ഫുഡ് ക്രൈസിസ് വലിയ രൂപത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഇറ കഴിഞ്ഞപ്പോൾ, അതായത് 1960s മുതൽ 1967 or 70s എത്തുന്ന സമയത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വലിയ രൂപത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് വെച്ചാൽ PDS സിസ്റ്റം എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുവരെ നമ്മൾ ഫുഡ് ഇമ്പോർട്ട് ചെയ്ത രാജ്യമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഫുഡ് സസ്റ്റൈനബിലിറ്റി ഉണ്ടായി. ഫുഡ് സസ്റ്റൈനബിലിറ്റി ഉണ്ടായതോടുകൂടി, ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും എന്ത് ചെയ്യുക, PDS എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ എന്ത് വെച്ചാൽ ട്രൈബൽ ബ്ലോക്കുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, PDS സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. ട്രൈബൽ ബ്ലോക്കിലേക്കും PDS സിസ്റ്റം കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. എന്താണ് ആ പോയിന്റ്, ട്രൈബൽ ബ്ലോക്കിലേക്ക് PDS വന്നതിന് കൊണ്ട് നമ്മൾ ആദ്യത്തെ ലെവലിൽ നമ്മൾ വിചാരിക്കും ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, അഥവാ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ PDS സിസ്റ്റം ട്രൈബൽ ബ്ലോക്കിലേക്ക് വന്നതോടുകൂടി വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണത്, ട്രൈബ്സിനിടയിൽ മാൽന്യൂട്രീഷൻ കൂടാൻ ഇതൊരു കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, അട്ടപ്പാടിയിലെ കേസ് എടുക്കുന്ന സമയത്ത് അട്ടപ്പാടിയിൽ ഇതുപോലെ തന്നെ PDS സിസ്റ്റം വരുന്നതിന് മുന്നേ അവിടുത്തെ ആ പെർട്ടിക്കുലർ ഏരിയയിലെ തന്നെ ആദിവാസികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ അവർ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് അവർ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ മില്ലറ്റ്സും കഴിക്കുന്നത് കൊണ്ടൊക്കെ എന്താണ്, അവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വലിയ രൂപത്തിലേക്ക് അങ്ങോട്ട് എത്തിയതോടുകൂടി ട്രൈബ്സിനിടയിലുള്ള അഗ്രികൾച്ചർ എന്ത് ചെയ്തു, വലിയ രൂപത്തിൽ കുറഞ്ഞു. അതിന് മറ്റൊരു കാരണമുണ്ട്, ഡീഫോറസ്റ്റേഷൻ എല്ലാം ഉണ്ട്. പക്ഷേ അതും കൂടി വന്നതോടുകൂടി എന്താ സംഭവിച്ചത്, ഈ പറയുന്ന ട്രൈബ്സ് വെറും PDS സിസ്റ്റം മാത്രം ബേസ് ചെയ്ത് ജീവിക്കേണ്ട ആളുകളെ രാവിലെയും രാത്രിയും വൈകുന്നേരം എല്ലാം ഒന്നെങ്കിൽ ചോറോ അല്ലെങ്കിൽ അരിയോ റൈസോ അല്ലെങ്കിൽ വീറ്റോ മാത്രം അവർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഇതോടുകൂടി വലിയ രൂപത്തിലുള്ള മാൽന്യൂട്രീഷൻ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അട്ടപ്പാടിയിൽ മാൽന്യൂട്രീഷൻ ഡെത്തുകൾ കേൾക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പരാജയമായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പറയപ്പെടുന്നത്. റൈറ്റ്, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് 1945 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസിലും ഇന്ത്യൻ ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. 47 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. 60s അത് റാപ്പിഡാക്കി മാറ്റി. 70s എത്തിയപ്പോൾ തന്നെ ട്രൈബൽ ബെൽറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്തു, 70s and 80s എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു, ഈ പറയുന്ന അഗ്രികൾച്ചർ റവല്യൂഷൻ്റെ ഭാഗമായി വലിയ രൂപത്തിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അത് എല്ലാ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള പോയിന്റിന് വഴി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുഷ് ചെയ്യുകയും ചെയ്തു. ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഭാവിയിൽ നമുക്ക് അടുത്ത പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. റൈറ്റ്, ദെൻ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ്, അഥവാ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നോക്കൂ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമാണ്. ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് ഈ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. 1978 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1978 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1978 ഇത് ഫോം ചെയ്യുന്നത്. എന്തായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് ഇത് പറയുന്നത്. അഥവാ സാധാരണക്കാരന് സെൽഫായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമായിട്ടാണ് ഈ പ്രോഗ്രാമിന് ഉദ്ദേശിച്ചിരുന്നത്. ഗവൺമെൻറ്റിന് 1970s ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലായി. അതായത് ഗവൺമെൻറ്റിന് എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അഥവാ ഗവൺമെൻറ്റിന് എല്ലാ സമയത്തും PDS വഴി ഫുഡ് കൊടുക്കുന്നത് പോവർട്ടി എലിവേഷൻ ഒരു നല്ല മെത്തേഡല്ല മനസ്സിലായി. സോ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ടു ദ പുവറസ്റ്റ് ഓഫ് പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുകയും അവരെ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അവരെ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം വേണമെന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് എമംഗ് ദ വേൾഡ് മോസ്റ്റ് അംബിഷ്യസ് പ്രോഗ്രാം ടു അലിവേറ്റ് റൂറൽ പോവർട്ടി ബൈ പ്രൊവൈഡിംഗ് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് to the poorest of the poor. Then major objective of the scheme was to raise the family of identified target groups below the poverty line by creating the sustainable opportunity for self-employment in the rural area. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ആ വാക്ക്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് റൂറൽ ഏരിയയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറി പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന പോയിന്റ് എന്താണ്? നെക്സ്റ്റ് വരുന്ന പോയിന്റ് നോക്കാം. നമുക്ക് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1983 അപ്പം ഇന്ത്യൻ റൂറൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ എന്താണ്? ഇന്ത്യയിലെ മെജോറിറ്റി ആയിട്ടുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളും വരുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചർ ഏരിയ എന്നാണ് വരുന്നത്. അവിടെ അഗ്രികൾച്ചർ ഏരിയയിൽ ഇന്ത്യയുടെ മെജോറിറ്റി ലാൻഡും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഭൂമാഫിയ തലവനായിരിക്കും, അല്ലെങ്കിൽ ഒരു ജമീന്ദാറായിട്ടുള്ള ഒരാളായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ഒരുപാട് പേർക്ക് ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുള്ളത് ഗവൺമെൻറ് റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരൊക്കെ അഗ്രികൾച്ചർ ലേബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ അഗ്രികൾച്ചർ ലേബേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ഇല്ലാതെ സ്വന്തം ലാൻഡിൽ അഗ്രികൾച്ചർ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ലാൻഡ് ഇല്ല അവർക്ക്. അപ്പോൾ അവരെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് അടുത്ത ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്ത് ചോദിച്ചാൽ, കാരണം ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിനിടയിലാണ് ഏറ്റവും കൂടുതൽ പോവർട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന സംഭവം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. 1983 ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1983 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് വാസ് ലോഞ്ച് ടു ജനറേറ്റ് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ലാൻഡ്ലെസ് പീപ്പിൾ ഇൻ ദ വില്ലേജ്. നോക്കൂ, അഡീഷണൽ കാരണം മിക്ക സമയങ്ങളിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് എക്സസ് എമൗണ്ട് ഓഫ് എംപ്ലോയീസ് ആണ് അഗ്രികൾച്ചർ ലാൻഡിൽ ഉണ്ടാവുന്നത്. അതായത് 10 പേർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലത്ത് 10 പേർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലം ആയിരിക്കാം. അവിടെ മിക്കവാറും എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും അവിടെ 12 15 പേരായിരിക്കും കൃഷി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എക്സസ് എമൗണ്ട് ഓഫ് ആളുകൾ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആളുകൾ എംപ്ലോയീസ് കൂടുതലാകുമ്പോൾ അവരെ കുറച്ച് കൂലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിൻ്റെ ഓണേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഒരുപാട് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയീസ് ഉള്ളതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി ഇതൊന്ന് മാറ്റം കൊണ്ടുവരണം. ഗവൺമെൻറ് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമാണ്. ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നല്ല, ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാമാണ് ഇതുള്ളത്. നോക്കൂ, സോഷ്യോളജിയിൽ ഒരു തിങ്കർ ഉണ്ട്. ആ തിങ്കറിൻ്റെ പേര് എന്നുള്ളത് ആന്റണി ഗ്രാംഷി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൾനറബിലിറ്റി എന്ന് പറയുന്നത് ഹോംലെസ്നെസ് എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വൾനറബിലിറ്റി എന്ന് പറയുന്നത് ഹോംലെസ്നെസ് എന്നാണ്. വീടില്ലായ്മയാണ് ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് ഈ ആന്റണി ഗിഡൻസ് പറയുന്നത്. റൈറ്റ്. വേറെ എല്ലാത്തിനേക്കാളും അപ്പുറത്തായിട്ട് വീടില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടാണ്? വീട് നിങ്ങൾക്ക് അഡ്രസ്സ് തരുന്നു. ആ അഡ്രസ്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗവൺമെൻറ് മെഷേഴ്സ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ളത് കൊണ്ടാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് കൊണ്ടാണ്, പാൻ ഐ ഡി ഉള്ളത് കൊണ്ടാണ്. വോട്ട് ചെയ്യാൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അഡ്രസ്സ് വേണം. അഡ്രസ്സില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു വീടുണ്ടായിരിക്കണം.
അത് റെൻ്റായിട്ടോ അല്ലാതെയോ നിങ്ങൾക്കൊരു വീടുണ്ടായിരിക്കണം. അപ്പോൾ ഹോംലെസ്നെസ് എന്നുള്ള കോൺസെപ്റ്റാണ് വളരെ ഭീകരമായ കോൺസെപ്റ്റ് എന്നാണ് ആൻ്റണി ഗിഡൻസ് പറയുന്നത്. ഇതേ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, ഇതൊരു ഈ പറഞ്ഞ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റിയലൈസ് ചെയ്യാണ്. അതായത് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഹോംലെസ്നെസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്സല്യൂട്ട് പോവേർട്ടി എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അബ്സല്യൂട്ട് പോവേർട്ടി എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അബ്സല്യൂട്ട് പോവേർട്ടിയിൽ നമ്മൾ പറഞ്ഞതാണ് ബേസിക് മിനിമം റിക്വയർമെൻറ്റ്, അത് ഫുഡ് ആവാം, ഷെൽട്ടർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ. സോ ഷെൽട്ടർ ഇല്ലാത്ത ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് റിയലൈസ് ചെയ്യാണ്. സോ 1985 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പുതിയ പ്രോഗ്രാമായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഇന്ദിര ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാം. ഇന്ദിര ആവാസ് യോജന, റൈറ്റ്. 1985 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഇയർ നിങ്ങൾ മറന്നുപോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ റീവാമ്പ് ചെയ്തിട്ട് ഇത് പുതിയൊരു പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്, റൈറ്റ്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പുതിയൊരു പ്രോഗ്രാമായിട്ട് ഇതിനെ കൊണ്ടുവന്നു. എന്താണ് ആ പ്രോഗ്രാമിൻ്റെ പേര്? പ്രധാൻ മന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. സിമിലർ കോൺസെപ്റ്റാണ്. അതായത് ഇന്ദിര ആവാസ് യോജനയുടെ സിമിലർ ഫീച്ചേഴ്സാണ് ഇവിടെയും ഉള്ളത്. ചെറിയ അഡീഷണൽ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയെന്നുള്ളൂ. പിന്നെ ഒന്ന് പേരും പ്രധാനമായിട്ടും മാറ്റിയത് മാത്രമേ ഉള്ളൂ, റൈറ്റ്. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഇയർ ഇത് പഠിച്ചു വയ്ക്കണം, ഇത് ഓർത്ത് എന്തായാലും വെക്കണം. കാരണം എന്താണ്, 2015 ഈ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, റൈറ്റ്. 2015 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിംഗ് ഫോർ ഓൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഹൗസിംഗ് ഫോർ ഓൾ എന്ന് പറയുന്നത് ഹൗസിംഗ് ഫോർ ഓൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ 2022 ഹൗസിംഗ് ഫോർ ഓൾ, എല്ലാവർക്കും എന്ത് ചെയ്യുക, വീട് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന മാത്രമല്ല കേട്ടോ, റൂറൽ മാത്രമല്ല അർബണും ഉണ്ട്. അതിന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് മാത്രമാണ് അതിന് വിളിക്കുന്നത്. 2 സെക്ടറുകളായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ ഉള്ളത്. ഒന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന, അതായത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന, റൈറ്റ്. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാമും മറ്റൊന്ന് വരുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ ഏർബൺ എന്നുള്ള രൂപത്തിലാണ് വരുന്നത്, റൈറ്റ്. ഇങ്ങനെ 2 ബ്രാഞ്ചുകളായിട്ടും ഈ പ്രോഗ്രാം പോകുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, റൈറ്റ്. എന്താണ് പർപ്പസ്? എന്താണ് 2022 എല്ലാവർക്കും എന്ത് ചെയ്യുക, ഹൗസ് എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് മിഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2023 പക്ഷേ ഗവൺമെൻറ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ 2020 ടാർഗറ്റ് മാറ്റി കുറച്ചും കൂടി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിഷനായിട്ട്, ഒരു ഗോളായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്, റൈറ്റ്. സോ ഈ മിഷൻ്റെ പേര് ഓർത്ത് വയ്ക്കണം. ഇന്ദിര ആവാസ് യോജന എന്നായിരുന്നു. ഇപ്പം അത് മാറി പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നുള്ളതാണ് ആയിട്ടുള്ളത്. ഇയർ ഓർത്ത് വയ്ക്കുക. ഇത് മറന്നുപോയാലും പ്രശ്നമില്ല, പക്ഷേ ഇത് മറന്നു പോകരുത്. 2015 ഈ പറയുന്ന ഇത് വരുന്നത്, റൈറ്റ്. ഇനി എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറി കാര്യങ്ങൾ എന്തായിരുന്നു നമുക്ക് നോക്കാം, റൈറ്റ്. ദ സ്കീം എയിം ടു ക്രിയേറ്റ് 20 lakh ഹൗസിംഗ് യൂണിറ്റ്. ഇത് നമ്മൾ പറയുന്നത് ഇന്ദിരാഗാന്ധി ആവാസ് യോജനയുടെ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ദ സ്കീം എയിം ടു ക്രിയേറ്റ് 20 lakh ഹൗസിംഗ് യൂണിറ്റ് ബൈ ഗിവിംഗ് ഔട്ട് ലോൺസ് ടു പീപ്പിൾ, സബ്സിഡൈസ്ഡ് റേറ്റ് ടു മേക്ക് ഹൗസസ്. അപ്പോൾ സബ്സിഡി റേറ്റിൽ ആളുകൾക്ക് എന്ത് ചെയ്യും, ലോൺ കൊടുക്കും. ആ ലോൺ തിരിച്ചടയ്ക്കണം ആളുകൾ. വളരെ സബ്സിഡി റേറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ആ സബ്സിഡി വാങ്ങിയ ആളുകൾ വീട് വയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഓഫ് റൂറൽ ഏരിയയും കൂടി ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ്, റോഡൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ എന്ത് ചെയ്യുക, ഗ്രാമങ്ങളിൽ നിന്ന് പോവേർട്ടി അലിവേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്ദിര ആവാസ് യോജന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ലക്ഷ്യമുണ്ടായിരുന്നത്, റൈറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോഗ്രാം നമുക്ക് എന്താണ്, ജവഹർ റോസ്ഗർ യോജന. നമുക്ക് ചില ഹിന്ദി വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് ഈ പ്രോഗ്രാമുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. റോസ്ഗർ എന്നുള്ളത് ഇന്ത്യയിൽ പറയുന്നത്, എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. റോസ്ഗർ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യാറുള്ളത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക. റോസ്ഗർ എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജവഹർ റോസ്ഗർ യോജന നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരണം എന്താണ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണെന്നുള്ളത് ഓർമ്മ വരണം കേട്ടോ, റൈറ്റ്. ഇനി ഈ പ്രോഗ്രാമിൻ്റെ ഇത് തെറ്റാൻ ചാൻസസ് കൂടുതലാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട്
90 or 100 ദിവസം എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്ത് പറ്റുന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 100 ദിവസത്തെ 90 to 100 ഡേയ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഓപ്ഷൻ നോക്കും. നമ്മൾ അതിൽ പല പ്രോഗ്രാമുകളുടെ പേരുണ്ടായിരിക്കും. അതിൽ MG നരേഗ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാമോ ആക്ടോ കാണുന്ന സമയത്ത് നമ്മളങ്ങ് ചാടിക്കറിയും കുത്തുന്ന അവസ്ഥ ഉണ്ടാവും. ആൽഫ എറർ നമ്മൾ വരുത്താൻ സാധ്യത ഉണ്ട്, റൈറ്റ്? പക്ഷേ ശ്രദ്ധിച്ചു വെക്കണേ, ഇത് ആദ്യമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി 90 to 100 ഡേയ്സിലേക്ക് കൊണ്ടുവന്ന പ്രോഗ്രാം ജവഹർ റോസ്കർ യോജനയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ. നന്നായി ഓർത്ത് വയ്ക്കണേ, മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പെർട്ടിക്കുലർ ഏരിയ എന്നുള്ളത്. സോ ദിസ് വാസ് ലോഞ്ച്ഡ് വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് 90 to 100 ഡേയ്സ് എംപ്ലോയ്മെൻറ്റ് പെർ പേഴ്സൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെർ പേഴ്സൺ, പെർട്ടിക്കുലർലി ഇൻ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്. എവിടെയാണ്? ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് ആണ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് എന്നുള്ള വാക്കുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം എന്താണെന്നുള്ളത്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ഉണ്ട്. 2022 പുതിയൊരു കോൺസെപ്റ്റ് കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആസ്പിറേഷണൽ ബ്ലോക്ക് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്താണ് ഈ കോൺസെപ്റ്റ് നോക്കുക, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് എന്താണ്, ആസ്പിറേഷണൽ ബ്ലോക്ക് എന്താണെന്നൊക്കെ നോക്കുക. അഡീഷണലി വരുന്ന കുറേ പുതിയ കോൺസെപ്റ്റുകളാണ്. ദെൻ പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ വർ മെയിൻ ടാർഗറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 90 to 100 ഡേയ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്ത പ്രോഗ്രാമാണ്. ആർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് ഏറ്റവും പുവറസ്റ്റ് ഓഫ് ദ പുവർ സെഷനായിരുന്നു ഗവൺമെൻറ് എന്ത് ചെയ്തത്. അതും ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തന്നെ ഏറ്റവും പുവറായിട്ട് വരുന്ന, ബിലോ പോവർട്ടിയിൽ വരുന്ന, BPL നിന്ന് വരുന്ന, ആ BPL തന്നെ ഏറ്റവും പുവറായിട്ട് വരുന്ന കമ്മ്യൂണിറ്റിക്കാണ് എന്ത് ചെയ്തത്, ജവഹർ റോസ്കർ യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1989 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന പ്രോഗ്രാമുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കോഡിഫൈ ചെയ്തിരിക്കുന്നത് ഓരോന്നും ഓരോ ഇയർ കഴിഞ്ഞ് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമുകളുടെ ഈ ഓർഡർ വെച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും പ്രോഗ്രാമുകൾ മാറിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ ഓർഡർ മനസ്സിൽ ഓർമ്മ വന്നാൽ മതി. ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഏത് പ്രോഗ്രാം വന്നതെന്ന് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഓർഡർ വൈസിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഗ്രാമുകളെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ 1989 ഈ പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ജവഹർ റോസ്കർ എന്നുള്ള പോയിന്റ് വന്നാൽ ഓർമ്മ വരണം, എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രോഗ്രാം വരുന്നതെന്ന് ഓർത്ത് വെക്കണേ, റൈറ്റ്? ഇനി നെക്സ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സ്കീം വരുന്നത് റീവാംപ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നോക്കണേ, റീവാംപ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാണ് 1945 ആദ്യമായിട്ട് ഈ PDS സിസ്റ്റം വന്നു, ഇന്ത്യയിൽ വന്നു, PDS വന്നു എന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് 1947 എന്ത് ചെയ്തു, PDS സിസ്റ്റം ഇന്ത്യ എന്ത് ചെയ്തു, റീഇൻട്രൊഡ്യൂസ് ചെയ്തു. PDS സിസ്റ്റം PDS എന്ത് ചെയ്തു, റീഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഗ്രീൻ റെവല്യൂഷൻ 1960s വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ PDS കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്തു, വലിയ രൂപത്തിൽ എല്ലാ സെക്ഷനിലേക്കും കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. 1970s to 80s ഇടയിൽ ട്രൈബൽ ബെൽറ്റിലേക്കെല്ലാം PDS എത്തിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വലിയ രൂപത്തിൽ നമ്മൾ കൊണ്ടുവന്നതോടുകൂടി എന്താ സംഭവിച്ചത് നോക്കണേ. എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ചെറിയ മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പ്രോഗ്രാം ഒന്നും കൂടിയും റീവാമ്പ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അപ്പോൾ ഈ ഇയർ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് റീവാമ്പിംഗ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നോക്കി വെക്കാം. തുടങ്ങിയത് 45 47ലേക്ക് പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 60 ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 70കളിലും 80കളിലും ട്രൈബൽ ബെൽറ്റിലേക്ക് എന്ത് ചെയ്തു, ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷേ റീവാംപ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ്, 1992 ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. 1992 ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് ഈ പ്രോഗ്രാം കൊണ്ടുള്ള ഉദ്ദേശം? റിവാംപ്ഡ് PDS was launched in 1992 with a view of strengthen and streamline the PDS as well as to improve its reach in far-flung, highly remote and accessible areas where substantial section of poor lives. നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വരുന്ന സമയത്തും ചില മൈനർ ഏരിയയിലേക്ക് അപ്പോഴും PDS എത്താതിരുന്നിട്ടുണ്ടായിരുന്നു. ചില മൈനർ ഏരിയയിലേക്ക് PDS അപ്പോഴും എത്താതിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ മൈനർ ഏരിയാസ് എവിടെയാണ്? ഹില്ലി ഏരിയാസ്, റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇന്ത്യയിലെ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹിമാചൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, നോർത്ത് ഈസ്റ്റിൻ്റെ പല മേഖലയിലേക്ക് ഒക്കെ ഈ PDS സിസ്റ്റം എത്താതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു പുതിയൊരു റീവാംപ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. റൈറ്റ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നു. സോ ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഹില്ലി ആൻഡ് റിമോട്ടഡ്
ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഈ പെർട്ടിക്കുലർ ഏരിയയിലേക്കാണ്, ആക്സസിബിലിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, നമ്മളിത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം കൊണ്ടുവന്നതാണ് പറയുന്നത്. റൈറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എഗെയിൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് വരുന്നത്, പക്ഷേ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണത്? ടാർഗറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. 1992 റീവാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ 1997 ഈ പ്രോഗ്രാം വരുന്നത്. 1992 നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ പറയുന്ന റീവാംപ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വന്നെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. റൈറ്റ്. ഈ മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ള ഓർത്ത് വയ്ക്കാം. സോ ഇൻ 1997 റീവാംപ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ബിക്കം എന്താണ്, ടാർഗറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇവിടെ? എങ്ങനെയായിരുന്നു? ഫെയർ പ്രൈസ് ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ റേഷൻ ഷോപ്പുകളില്ലേ, അത് വലിയ രൂപത്തിലേക്ക് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തത് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. റൈറ്റ്. അവിടെ എന്താണ്, സബ്സിഡൈസ്ഡ് റേറ്റിൽ എന്ത് ചെയ്തു, നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ റൈസും വീറ്റും കെറോസിനും ഒക്കെ എന്ത് ചെയ്തു, മണ്ണെണ്ണ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഹൈലി സബ്സിഡി റേറ്റിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്. റൈറ്റ്. വളരെ സ്പെസിഫിക് ആയി നമ്മൾ ബിലോ പോവർട്ടി ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പ്രോഗ്രാമിനെയാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നത്. നോക്കാം. ഇന്ന് നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? നെക്സ്റ്റ് വൺ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമാണ്. എന്താണത്? നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമാണ് അടുത്ത പ്രോഗ്രാമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ്? നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം? നോക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, എങ്ങനെ ഭക്ഷണമായിരുന്നു ആദ്യം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗവൺമെൻറ് മനസ്സിലായി എംപ്ലോയ്മെൻറ്റ് കൊടുക്കണമെന്ന് മനസ്സിലായി ഗവൺമെൻറ്റിന്. ദെൻ അത് കഴിഞ്ഞ് ഗവൺമെൻറ് മനസ്സിലായിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു എന്താണ്, വിശപ്പ് മാറിക്കഴിഞ്ഞു, മാറി ജോലി കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഹൗസിംഗ് സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മനസ്സിലാവുന്നത് എന്താണ്, ഇനി ബേർത്തിലും കൂടി എന്ത് ചെയ്യണം, ഗവൺമെൻറ് എന്ത് ചെയ്യുക, കൺട്രോൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബേർത്തിലും കൂടി ഫോക്കസ് ചെയ്യണം ഗവൺമെൻറ് മനസ്സിലായത്. കാരണം ഇന്ത്യയിൽ ഒരുപാട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഉണ്ടായിരുന്നു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കണേ, MMR അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാതൃമരണ നിരക്കും അതുപോലെ തന്നെ ശിശു മരണ നിരക്കും ഇന്ത്യയിൽ വലിയ രൂപത്തിലുണ്ടായിരുന്നു. 1990s വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാതൃമരണ നിരക്കും അതുപോലെ തന്നെ ശിശു മരണ നിരക്കും വലിയ രൂപത്തിലുണ്ടാവുന്നത് നമ്മൾ നോക്കിയപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്, നമ്മളുടെ പ്രഗ്നൻസി, അതായത് ഈ ബർത്ത് ഡെലിവറിങ് ചെയ്യുന്നത് പ്രഗ്നൻസി മിക്കതും അതായത് ലെസ് ദാൻ 20% മാത്രമാണ് 1990s. അതാണ് 1990കളിൽ വെറും 20% കുറവാണ് എന്താണ് ഇന്ത്യയിൽ എന്തുള്ളൂ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഈ പറയുന്ന ബർത്ത് വരുന്നുള്ളൂ. ബാക്കി വരുന്ന 80% വരുന്ന എവിടുന്നാന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം എന്താണ്, ഈ പറയുന്ന ഇൻഡിജിനസ് മെത്തേഡുകൾ, അത് വയറ്റാട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, പ്രസവം എടുക്കുന്നതാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർ മെഡിക്കൽ കെയറോ അറ്റൻഷനോ കിട്ടാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ MMR എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ IMR ഉണ്ടാവാനുള്ള ചാൻസ് ആയിട്ടും പറയുന്നത് പ്രസവത്തിൻ്റെ സമയത്തുണ്ടാവുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഒരുപാട് ആളുകൾ മരിക്കുന്നത്, കുട്ടികളും മരിക്കുന്നത്, അമ്മമാരും മരിക്കുന്നത് ഗവൺമെൻറ് മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. എന്താണത്? ഗവൺമെൻറ് നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം എന്നൊരു കാര്യം ഗവൺമെൻറ് കൊണ്ടുവന്നു. നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നത് 1999-2000 സമയങ്ങളിലാണ് ഗവൺമെൻറ് ഇത് കൊണ്ടുവരുന്നത്. അതായത് പോവേർട്ടി, വളരെ പൂവറായി നിൽക്കുന്ന ഫാമിലിയിലെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ, പ്രസവത്തിന് സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഒരു അസിസ്റ്റൻസ് കൊടുക്കും, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. കാരണം ഒരുപാട് ലേഡികൾ മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ടാവാനുള്ള മറ്റൊരു റീസൺ പറയുന്നത്, IMR ഉള്ള റീസണും പറയുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസ് മാത്രമല്ല കേട്ടോ. മറ്റൊരു റീസൺ പറയുന്നത് പോവേർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് എന്താണ് മാൽന്യൂട്രീഷൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരുന്നു. സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്, കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി എന്താണ്, ഈ പ്രഗ്നന്റ് മദേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ച് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ രൂപത്തിൽ കാശ് കൊടുക്കാമെന്ന് മനസ്സിലായി. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തു. ആ സ്കീമാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്തായിട്ട് വരുന്ന പ്രോഗ്രാം എന്നുള്ളത് ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്നുള്ള പ്രോഗ്രാമാണ്.
അപ്പോൾ ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജനയുടെ ഒരു പ്രത്യേകത, ആ വാക്ക് തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി, നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. എന്താണ് ഈ വാക്ക് ക്യാച്ച് ചെയ്യണേ? ഏതാണ്? സമൃദ്ധി യോജന എന്നുള്ള വാക്ക് നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് ആ സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പുഷ്ടിപ്പെടുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സമൃദ്ധി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം ഇവർ ഉദ്ദേശിച്ചത് തന്നെയാണ്, ഈ പ്രോഗ്രാം തന്നെയാണ്. അതായത് ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള പ്രോഗ്രാമുകളുടെയൊക്കെ പ്രത്യേകത നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു? നമുക്ക് പോവർട്ടി ഇറാഡിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊടുത്തു, ഷെൽട്ടർ കൊടുത്തു, അതുപോലെ തന്നെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുത്തു. ഇനി വേണ്ടത് റൂറൽ ഏരിയയെ മൊത്തമായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വേണ്ടത്. ഗവൺമെൻറ് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോഗ്രാം ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മൊത്തം ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? പോവർട്ടി മൊത്തമായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ഗവൺമെൻറ് മനസ്സിലാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു പുതിയ പ്രോഗ്രാം കൊണ്ടുവന്നു. അതാണ് ഈ GJSY എന്നുള്ള പ്രോഗ്രാമായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന പ്രോഗ്രാമായിട്ട് നമ്മൾ പറയുന്നത്. ദ മെയിൻ ഓഫ് ദിസ് പ്രോഗ്രാം വാസ് ടു ഡെവലപ്പ് ദ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയാസ് ലൈക്ക് റോഡ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്. ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് പ്രൈമറി ഉദ്ദേശം ഉണ്ടായിരുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. അതായത് നമുക്കറിയാം സ്കൂൾസ് ആവട്ടെ, ഹോസ്പിറ്റൽസ് ആവട്ടെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ? പക്ഷേ റോഡ് എങ്ങനെയാണ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? അപ്പം നമ്മൾ ഓർത്ത് വയ്ക്കുക, റോഡ് എന്നുള്ളത് റൂറൽ ഏരിയയ്ക്ക് സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഇന്ത്യയിലെ റൂറൽ ഏരിയ 90% ആളുകളും വർക്ക് ചെയ്യുന്നത് എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 95 എന്ന് പറയാനും പറ്റില്ല, പക്ഷേ 95 എന്നാണ്, 90 എന്നുള്ളതാണ് നബാർഡിൻ്റെ കണക്ക് പ്രകാരം പറയുന്നത്. 90% ആളുകൾ എന്ത് ചെയ്യുക? അഗ്രികൾച്ചർ ആൻഡ് കോഅലൈഡ് ആക്ടിവിറ്റീസിൽ ഇന്ത്യയിൽ റൂറൽ ഏരിയ വർക്ക് ചെയ്യുമ്പം ആ ആളുകളെല്ലാം തന്നെ അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രോഡക്റ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും വേണം, അല്ലേ? അതിന് നല്ല റോഡുകൾ ആവശ്യമുണ്ടായിരിക്കും. അപ്പം റോഡ് എന്താ ചെയ്യുന്നത്? കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് റോഡ് ചെയ്യുന്നത്. കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡുകൾ, നല്ല റോഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ റോഡിന് വേണ്ടി മാത്രമായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് എന്താണ്? പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്നുള്ള രൂപത്തിലാണ് ഈ പ്രോഗ്രാമിന് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ നോക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണെന്നുള്ളത് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. സോ റോഡ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിക്കുന്നു. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം പറയുന്നത്? സമൃദ്ധി യോജന, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ പ്രോഗ്രാം പറയുന്നത്. റൈറ്റ്. സോ ഹോളിസ്റ്റിക് ആയി എന്ത് ചെയ്യുക? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സെക്കൻഡറി ഒബ്ജക്റ്റീവ് വാസ് ടു ഗിവ് ഓഫ് സസ്റ്റെയിൻഡ് വേജ് എംപ്ലോയ്മെന്റ്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യുക? നല്ല രൂപത്തിലുള്ള ഒരു ഡെവലപ്മെന്റൽ വേജും കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ശ്രദ്ധിക്കണേ, ഈ ഇൻഫ്രാസ്ട്രക്ചറും സ്കൂളും റോഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ തന്നെ ആളുകളെ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും കൂടിയായിരുന്നു ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? എക്കണോമി വരും എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതും കൂടി ഓർത്ത് വെക്കണം. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഇയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1999 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരാൻ വേണ്ടി പോകുന്നത് മറ്റൊരു പ്രോഗ്രാമാണ് അന്നപൂർണ സ്കീം എന്നുള്ള സ്കീമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും 1999 തന്നെയാണ്, 2000 ഇടയിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അപ്പം ഏറ്റവും വണ്ണറബിൾ ആയിട്ടുള്ള ചില സെക്ഷൻസുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അതായത് ജോലിയൊന്നും ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ കൂലിയൊന്നും കിട്ടാത്ത ആളുകളോ വണ്ണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അന്നപൂർണ സ്കീമിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഗവൺമെൻറ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്കീം വാസ് സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് ഫുഡ് ടു സീനിയർ സിറ്റിസൺ. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. അന്നപൂർണ എന്ന സ്കീമിൻ്റെ പേര് കേട്ടാൽ തന്നെ ഓർത്ത് വെക്കണം. അതെന്താണ്? സീനിയർ സിറ്റിസൺസിന് എന്ത് ചെയ്യാണ്? ഫുഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള മേജിക് പ്രോഗ്രാമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റൈറ്റ്. എന്തുകൊണ്ടാണ് സീനിയർ സിറ്റിസൺസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്? നോക്കൂ, രണ്ട് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ എന്ന രൂപത്തിൽ പറയുന്നത്. ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ. ഓക്കെ. അതായത് ഒരു സൊസൈറ്റിയിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട്. അഥവാ ഒന്ന് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 1 എന്നുള്ള രൂപത്തിലും ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 2 എന്ന കാറ്റഗറി ഉണ്ട്. അതിനിടയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്നുള്ള കാറ്റഗറി ഉണ്ട്. റൈറ്റ്. ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 1 വരുന്നത് 0 to 15 ഏജ് വരെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 1 ആയിട്ട് പറയുന്നത്. എന്നാൽ 60 to
ദെൻ ഡെത്ത് വരെയുള്ള ആളുകളെ നമ്മൾ ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 2 എന്ന രൂപത്തിൽ നമ്മൾ വിളിക്കപ്പെടുന്നത്. എന്നാൽ അതിനിടയിൽ വരുന്ന ആളുകളെ, അതായത് 15-ൻ്റെയും അഥവാ 60 വയസ്സിനിടയിലും വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വർക്കിംഗ് പോപ്പുലേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഈ 2 കാറ്റഗറിയും നമ്മൾ പറയുന്നത് വൾണറബിൾ സെക്ഷൻ എന്ന രൂപത്തിലാണ്, വൾണറബിൾ സെക്ഷൻ ആയിട്ടാണ് ഇവരെ നമ്മൾ അറിയപ്പെടുന്നത്. റൈറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ല കേട്ടോ. ഈ പറയുന്ന ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ 1 ചിൽഡ്രൻ എന്നുള്ള കാറ്റഗറിയും ഓൾഡ് ഏജ് എന്നുള്ള കാറ്റഗറിയും നമ്മൾ എന്താ വിളിക്കുന്നത്, നമ്മൾ പറയുന്നത് എന്താണ്, വൾണറബിൾ ഗ്രൂപ്പ് എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? റൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ എന്താണ്, വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അതിനുശേഷമുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വലിയ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അവർ വൾണറബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്ത് ചെയ്യണം, ഒരു ഫുഡ് ഗെയിൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നപൂർണ സ്കീം എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോഗ്രാം ഇതാണ്, അതായത് വയസ്സിൽ വ്യത്യാസമുണ്ട്. അത് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. 60 വയസ്സല്ല, ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ ഏജ് ആണ് 60 എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ മോഡലാണ് പറയുന്നത്. ചിലത് 65 പറയുന്നുണ്ട്, ചിലർ 60 പറയുന്നുണ്ട്. പക്ഷേ സാധാരണ പറയാറുള്ളത് 60 എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടിട്ടുള്ളത് 65-ന് മുകളിലുള്ള ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവർക്ക് പെൻഷൻ കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ പറയുന്ന അന്നപൂർണ സ്കീംസ് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. അവരെ കൊണ്ടുവരണം. അവർക്ക് എന്ത് ചെയ്യണം, 10 കിലോ അരി, അതായത് എവറി മന്ത് ദീസ് പ്രോഗ്രാംസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് 10 കിലോ ഫുഡ്. അരി ആയിരിക്കാം, ഗോതമ്പായിരിക്കാം, എന്ത് ചെയ്യുന്നു, 10 കിലോ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്യും, കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് അന്നപൂർണ സ്കീം എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അന്നപൂർണ സ്കീം എന്താ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് അന്ത്യോദയ അന്ന യോജന എന്നുള്ള പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അന്ത്യോദയ അന്ന യോജന പ്രോഗ്രാം ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിന് വേണ്ടി, അതായത് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വയസ്സായ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം അല്ല, മറിച്ച് ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം, ഒരു ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള പ്രോഗ്രാമാണ് അന്ത്യോദയ അന്ന യോജന സ്കീം എന്നുള്ളത്. ഇന്ത്യയിലെ പുവറസ്റ്റ് ഓഫ് ദ പുവർ ഫാമിലിക്ക്, അവർക്ക് എന്താണ്, പുവർ ഫാമിലിക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഫുഡ് ഗെയിൻസ് വളരെ തുച്ഛമായ ലെവലിൽ കൊടുക്കാനുണ്ടായിരുന്ന, അതിൽ കൊടുക്കുന്ന ഒരു സബ്സിഡൈസ് രൂപത്തിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന് വിളിക്കുന്ന പേരാണ് അന്ത്യോദയ അന്ന യോജന. മാറിപ്പോരുതേ, നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ടായിരിക്കും. അന്നപൂർണ സ്കീം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അന്ത്യോദയായിട്ട് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അന്നപൂർണ എന്ന് പറയുന്നത് വയസ്സായ ആളുകൾക്കാണ്, 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. 10 കിലോ അരി ആയിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കണം. എന്നാൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് ഈ പുവറായിട്ടുള്ള എല്ലാ ഫാമിലിക്കും, പുവർ ഫാമിലീസിനാണ്, ഈ വാക്ക് ശ്രദ്ധിച്ചു വെക്കണേ, പുവർ ഫാമിലീസിനാണ് കൊടുക്കുന്നത്. എന്തിൻ്റെ കീഴിലാണ് കൊടുക്കുന്നത്, അണ്ടർ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്ന എന്താണ്, RPTRDS, റീവാംപ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമുക്ക് TPDS എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം സ്പെസിഫിക് ആയുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടാർഗറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഈ പറയുന്ന പുവർ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് എന്താ കൊടുക്കുന്നത്, സബ്സിഡൈഡ് റേറ്റിൽ അവർക്ക് എന്ത് കൊടുക്കാം, 2 രൂപയ്ക്ക് അവർക്ക് എന്ത് ചെയ്യുക, 1 കിലോ വീറ്റ് കൊടുക്കുകയും 3 രൂപയ്ക്ക് അവർക്ക് റൈസ് കൊടുക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, ഈ പ്രോഗ്രാമായിട്ട് നമ്മൾ പറഞ്ഞിട്ട്, അഥവാ ഫുഡ് ഗെയിൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്, പക്ഷേ പുവർ ഫാമിലിക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അന്ത്യോദയ അന്ന യോജന സ്കീം എന്ന രൂപത്തിൽ പറയുന്നത്. റൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരം മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് റോസ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എംപ്ലോയ്മെന്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന. അപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി, ഏറെക്കുറെ ഐഡിയ ഉണ്ട്. റോസ്കർ എന്താണ്, ഈ പറയുന്ന എന്താണ്, എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. 2001 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇയർ ശ്രദ്ധിച്ചു വെക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പ്രോഗ്രാമുകളായി നമ്മൾ 1999, 2000, 2001 രൂപത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചു വയ്ക്കുക. ആ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദിസ് വാസ് എ സ്കീം ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഗെയിൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഫോർ ദ റൂറൽ പോപ്പുലേഷൻ. ആർക്ക് വേണ്ടിയിട്ടാണ്, റൂറൽ പോപ്പുലേഷന് വേണ്ടിയിട്ടാണ്. നോക്കൂ, റൂറൽ പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നാണ് റൂറൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതായത് എക്സസ് എമൗണ്ട് ഓഫ് വർക്കേഴ്സ് ഉണ്ട്, വളരെ ജോലി
കുറവുമാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന കാശും കുറവാണ്. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് വലിയൊരു ഇഷ്യൂ ആണ് ഇന്ത്യയിൽ പോവർട്ടി ഉണ്ടാവാനുള്ളത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്തിരുന്ന ഫോക്കസ് ചെയ്തിരുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ്, അത് ഇപ്പം ഈ പറഞ്ഞ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജനയും ഫോക്കസ് ചെയ്യുന്നത് ഇതേ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് തന്നെയാണ്. അത് ഓർത്ത് വയ്ക്കാം. ഇറ്റ് വാസ് ലോഞ്ച് ബൈ merging the provision of employment assurance schemes and ജവഹർ ഗ്രാമീൺ സമൃദ്ധി യോജന. നിങ്ങളിത് പഠിച്ചു വെച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഓർത്ത് വയ്ക്കണം, സമ്പൂർ ഗ്രാമീൺ റോസ്കർ യോജന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രോഗ്രാമുകൾ മെർജ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അത് ഓർത്ത് വയ്ക്കാം. റൈറ്റ്, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ് നമുക്കുള്ളത്? ദിസ് പ്രോഗ്രാം ഈസ് സെൽഫ് ടാർഗറ്റിംഗ് ഇൻ നേച്ചർ ആൻഡ് എയിം ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫുഡ് ടു പീപ്പിൾ ഇൻ റൂറൽ ഏരിയ ഹു ലിവ് ബിലോ പോവർട്ടി ലൈൻ. ഒന്നുമില്ല, വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റും ഫുഡും പ്രൊവൈഡ് ചെയ്യാന്നുള്ളതായിരുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജനയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. റൈറ്റ്, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം. റൈറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഓർ പ്രോഗ്രാം. റൈറ്റ്, എം ജി നരേഗ എന്ന് വിളിക്കാറുണ്ട്, MGNEREGA എന്ന രൂപത്തിലും പറയുന്ന ആളുകളുണ്ട്. റൈറ്റ്, MG നരേഗ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പറയാം. ഇനി വാട്ട് എവർ ഇറ്റ് മേ, നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ട പോലെ എന്താ, ഈ പ്രോഗ്രാം എന്താ നമുക്ക് വളരെ കറക്റ്റായിട്ട് അറിയിക്കണം. ഏത് വർഷമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് വർഷമാണ് ഇത് ഇറങ്ങിയെന്ന് അറിയണം. 2005 ഈ പ്രോഗ്രാം ഇറങ്ങുന്നത്. ഗോൾഡൻ ഇയർ ആയിട്ട് എഴുതി വെക്കണം. 2005 എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം വരുന്നത്. എന്താണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എവിടുന്നാണ് വന്നതെന്നും കൂടി അറിയണം. ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിന് റെഫറൻസ് ആക്കി വെക്കുകയും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വെച്ചത് പ്രോഗ്രാമിൻ്റെ പേരാണ് ഈ MG നരേഗ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇനി എന്താണ് ഈ പ്രോഗ്രാം പറയുന്നത്? ജവഹർ റോസ്കർ യോജനയിൽ നമ്മൾ പറഞ്ഞു, ജവഹർ റോസ്കർ യോജന നമ്മൾ പറഞ്ഞു 90 ദിവസം മുതൽ 100 ദിവസം വരെ എന്താണ് പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ 100 ഡേയ്സ് അറ്റ്ലീസ്റ്റ് 100 ഡേയ്സ് എന്ത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം എന്നതാണ് പറയുന്നത്. പൂവറസ്റ്റ് ഓഫ് ദ പൂവർ സെക്ഷന് എന്ത് ചെയ്യണം, 100 ഡേയ്സ് മിനിമം 100 ഡേയ്സ്, അതായത് ഒരു വർഷത്തിൽ 100 ദിവസം എന്ന മിനിമം അവർക്ക് എന്ത് ചെയ്യണം, ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള സ്കീമാണ് ഈ സ്കീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കീം കൊണ്ട് എന്താ ഗുണമുണ്ടാവുന്നത്, 100 ഡേയ്സ് ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മിനിമം വേജ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ സമയത്ത് ആ വേജ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ വേജ് എന്ത് ചെയ്യുക, ആളുകൾക്ക് കൊടുക്കുകയും അവർക്ക് മിനിമം ജോലി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നരേഗ പറയുന്നത്. സോ ഇറ്റ്സ് എയിം ടു എൻഹാൻസിങ് ലിവ്ലിഹുഡ് സെക്യൂരിറ്റി ഇൻ റൂറൽ ഏരിയ ബൈ പ്രൊവൈഡിങ് അറ്റ്ലീസ്റ്റ് 100 days of wage employment in financial year to every household whose adult member voluntary to do unskilled manual labor. സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കല്ല, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒരു ജോബ് അഷ്യൂർമെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. മാത്രമല്ല ഇന്ത്യയുടെ റൂറൽ ഏരിയയിൽ നിന്ന് പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ രൂപത്തിൽ കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത്. ഒരു ഗെയിം ചേഞ്ചർ പ്രോഗ്രാമൊക്കെ ആയിട്ടാണ് നമ്മളിതിനെ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ഇതിൽ എന്താ ഉണ്ടാവുന്നത്, ഈ ജോലി അഷ്യൂർ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, അതിന് പുറമേ ആയിട്ട് നരേഗ എന്ത് ചെയ്യുന്നത്, ഡ്യൂറബിൾ അസറ്റ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ വർക്കേഴ്സിനെ വെച്ചിട്ട്, അതായത് ഈ 100 ദിവസം ജോലി കൊടുക്കുന്ന മിനിമം 100 ദിവസം ജോലി കൊടുക്കുന്ന വർക്കേഴ്സിനെ വെച്ചിട്ട് റോഡും കനാൽസും പോൺസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് നിർമ്മിക്കുന്നുണ്ട്. അപ്പം അതും എന്ത് ചെയ്യുക, ഒരു ഡ്യൂറബിൾ അസറ്റ്സ് ആയിട്ട് ഗവൺമെൻറ്റിന് മാറുന്നുണ്ട്. ചീപ്പ് ലേബർ കോസ്റ്റിന് ഗവൺമെൻറ് കിട്ടുന്നു. എന്നിട്ട് അത് വെച്ച് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയിലെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഈ ഒരു ഏരിയയുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. റൈറ്റ്, ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്, അഥവാ 2005 മുതൽ ശ്രദ്ധിക്കണേ, 2005 മുതൽ 2019 വരെയുള്ള സമയം എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 410 മില്യൺ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, പോവേർട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 410 മില്യൺ ആളുകൾ മാറ്റാൻ വേണ്ടി പറ്റിയെന്ന് പോവേർട്ടിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് പോകുന്നത് ഈ പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനും കൂടിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കണം. റൈറ്റ്, ദെൻ നെക്സ്റ്റ് വൺ എന്ന് വരുന്നത് എന്താണ്, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷനാണ് അടുത്തതായിട്ട് വരുന്നത്. നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ 2011 പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. അതായത് ഇത് ബേസിക്കലി ഇന്ത്യ ലിവ്ലിഹുഡ് മിഷനായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എംപ്ലോയ്മെൻറ്റും സ്കില്ലും, അപ്പം സ്കില്ലും ഡെവലപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലായി, എന്താണ് ഈ പറയുന്ന ഫുഡ് കൊടുക്കുക, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെൽട്ടർ കൊടുക്കുന്നു, അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നു. then അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ പലതരത്തിലുള്ള സെക്ടറൽ ഓറിയൻറ്റഡ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്,
എംപ്ലോയീസിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്ത എംപ്ലോയീസിന് എന്തില്ല, ജോലി കിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്കില്ല് എന്നുള്ള കോൺസെപ്റ്റ്, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുക, പുതിയ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. അതിലൊരു പ്രോഗ്രാമാണ് നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ. 2011 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കണം. ടു റെഡ്യൂസ് ദ പോവർട്ടി ബൈ എനേബിളിംഗ് ദ പുവർ ഹൗസ് ഹോൾഡ്സ് ടു ആക്സസ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽഡ് വേജ് എംപ്ലോയ്മെൻറ്റ്. നോക്കണേ, അൺസ്കിൽഡ് വേജ് എംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. എവിടെ പറയുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റിൽ പറയുന്നത് അൺസ്കിൽഡ് മാനുവൽ വർക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ പറയുന്നത് എന്താണ്? സ്കിൽഡ് വേജസ് എന്ത് ചെയ്യുക, സ്കിൽഡ് വേജസ് എന്ത് ചെയ്യുക, ആളുകൾക്കിടയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് പറയുന്നു. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു റിസൾട്ടിങ് ഇൻ അപ്രീഷിയറ്റബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലിവ്ലിഹുഡ്സ് ഓൺ സസ്റ്റൈനബിൾ ബേസ് ത്രൂ ബിൽഡിംഗ് സ്ട്രോങ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രാസ് റൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പുവർ. അപ്പം സസ്റ്റൈനബിൾ ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തെങ്കിലും ജോലി കൊടുത്താൽ പോരാ, അവർക്ക് എന്ത് ചെയ്യണം, സ്കിൽഡ് ലേബറായാൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, എല്ലാ കാലത്തും ആ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അൺസ്കിൽഡ് ലേബേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം, അവർ പിന്നെയും പോവർട്ടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സായിട്ട് അവരെ ഉയർത്തി കൊണ്ടുവരാം. അങ്ങനെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ എന്നുള്ള പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കണേ, ഇതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുണ്ടെങ്കിൽ ഗവൺമെൻറ് മനസ്സിലായി സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്കിൽഡ് ലേബറിനെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അൺസ്കിൽഡ് ലേബറിനെ എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സ്കിൽഡ് ലേബറിനെ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പം ആളുകൾക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്കിൽഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രൈമറി ഉദ്ദേശമായിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ, സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് റൂറൽ ലിവ്ലിഹുഡ് മിഷൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് അർബൻ ലിവ്ലിഹുഡ് മിഷനാണ്. പക്ഷേ അർബൻ ലിവ്ലിഹുഡ് മിഷനിൻ്റെ ഇയർ മറന്നു പോകരുത്. റൂറലാണ് ആദ്യം വന്നത്. റൂറൽ വരുന്നത് എന്നാണ് 2011 വരുന്നത്. എന്നാൽ അർബൻ വരുന്നത് 2013 വരുന്നതെന്നും ഓർത്ത് വയ്ക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ അർബൻ്റെ ഫോക്കസ് വരുന്നത്? ഗ്ലോബൽ ലെവലിൽ ഹ്യൂമൻ ഹാബിറ്റേറ്റ്സിൻ്റെ റിപ്പോർട്ട് പറയുന്നത് 2050 ആകുമ്പോഴത്തിന് 2050 ആകുമ്പോഴത്തിന് ഇന്ത്യയുടെ അർബൻ ഏരിയയിൽ 75%, മോർ ദാൻ 75% ഇന്ത്യൻ ടോട്ടൽ പോപ്പുലേഷൻ എവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യൻ അർബൻ സെൻറ്ററിലാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ നഗരങ്ങളിലായിരിക്കും, ഗ്രാമങ്ങളിലായിരിക്കില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ് മനസ്സിലായതിൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് ഇത് ഈ ഗ്രാമങ്ങളിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ അർബൻ സെൻട്രിക് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഗവൺമെൻറ് ഉള്ളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ, റൂറൽ ലിവ്ലിഹുഡ് മിഷൻ 2011 ശ്രദ്ധിക്കണം, അർബൻ എന്നുള്ളത് 2013 ശ്രദ്ധിക്കണം. ഇറ്റ് ഫോക്കസ് ഓൺ ദ ഓർഗനൈസിംഗ് അർബൻ പുവർ ഇൻ ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ്, ലീഡിംഗ് ടു മാർക്കറ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഹെൽപ്പിംഗ് ദം ടു സെറ്റ് അപ്പ് സെൽഫ് എംപ്ലോയിഡ് വെഞ്ചർ ബൈ എൻഷുറിംഗ് ഈസി ആക്സസ് ടു ക്രെഡിറ്റ്. അപ്പോൾ എന്താണ്, ക്രെഡിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് കൊടുത്തിട്ട് ഈസി ആക്സസ് ടു ക്രെഡിറ്റ് കൊടുത്തിട്ട് ഇവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നോക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് പ്രൈമറിലി നോക്കിയിട്ടുണ്ടായിരുന്നത്. നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷനുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമായിട്ട് പറയുന്നത് പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് പറയുന്നത്. പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന എന്നുള്ളത് നമ്മൾ പെട്രോൾ പമ്പിൻ്റെയൊക്കെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. പല ഫ്ലെക്സ് ബോർഡിൽ നമ്മൾ കാണുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അതായത് നമ്മുടെ LPG കണക്ഷൻ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് LPG കണക്ഷൻ എന്ത് ചെയ്യുക, ബിലോ പോവർട്ടി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രൈമറി ഉദ്ദേശം ഉണ്ടായിരുന്നത്. 2016 ഈ പ്രോഗ്രാം വരുന്നത്. അപ്പം ഇറ്റ് വാസ് ലോഞ്ച് ടു ഡിസ്ട്രിബ്യൂട്ട് 50 million LPG കണക്ഷൻ ടു വിമൻ ഓഫ് ബിലോ പോവർട്ടി ലൈൻ. 50 മില്യൺ എന്ത് ചെയ്യണം, LPG കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്രീം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 50 മില്യൺ LPG എന്ത് ചെയ്യുക, ഈ പറയുന്ന ബിലോ പോവർട്ടി വിമൺ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ആ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ സംഭവിച്ചാൽ, എന്തിനാണ് ഈ LPG കൊടുക്കുന്നതും പോവർട്ടിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുക. പലപ്പോഴും എന്താ സംഭവിച്ചാൽ LPG വരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വിമണ്ണാണ്. അതായത് മിക്കവാറും ഇന്ത്യയുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ, പ്രൗഡായിട്ട് പറയല്ല, വളരെ പത്തറ്റിക്കായിട്ട് പറയുകയാണ്, ഇന്ത്യൻ പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മിക്കവാറും ഈ പറയുന്ന കിച്ചണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിലും സ്ത്രീകളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ ഈ പറയുന്ന വിറകൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രോഗ്രാം കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാക്കുന്നത്. റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുക, ഇങ്ങനെയാണ്, നമ്മുടെ കയ്യിലെ കാശ്
എന്ത് ചെയ്യും, നമുക്കൊരു ഓരോ മാസവും നമുക്കൊരു കണക്കുണ്ടായിരിക്കും. പെട്ടെന്ന് നമുക്കൊരു അസുഖം വരുന്നു, ആ കണക്ക് നമ്മൾ വിചാരിച്ചതിനും കൂടുതലായിട്ടുള്ള കാശ് നമുക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നുണ്ടാവുക, ഇതിനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാൻ ഒരു വലിയ കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ LPGയിലേക്ക് എന്ത് ചെയ്യുക, സ്ത്രീകളെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്, ഇതാണ്. അപ്പോൾ വിമൻ്റെ ഹെൽത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സൈമൾട്ടേനിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, എനർജി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, എമിഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടുവരാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. റൈറ്റ്, അപ്പോൾ ഇത്രയാണ് പ്രോഗ്രാമുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഇത്രയും പ്രോഗ്രാമുകൾ നമുക്കുള്ളത്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ ആ സ്റ്റൈൽ, ഞാൻ പറഞ്ഞ ആ സ്റ്റൈലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓരോ പ്രോഗ്രാമിനും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി വയ്ക്കുക. ആദ്യം ഭക്ഷണം വന്നു, പിന്നീട് എന്താ വെച്ചാൽ ഏറ്റവും ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ വെച്ചാൽ പാർപ്പിടത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കോൺസെപ്റ്റായിട്ട് വന്നുള്ള ബർത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള രൂപത്തിലേക്ക് വന്നു. പിന്നെ സെക്ഷൻസുകൾ ഓരോ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് വന്നു. ദെൻ അങ്ങനെയാണ് നമ്മൾ ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്തു, നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന എവിടെയാണ്, നമ്മൾ പോവർട്ടി ടെലിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ വരെ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. LPG കണക്ഷൻ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും പല പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രോഗ്രാമുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ PSC ഒരു UPSC ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് കാണുന്നത്, ഈ ഒരു ഏരിയ എന്നാണ് ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഇത്രയും ഏരിയാസ് നല്ല വൃത്തിക്ക് പഠിക്കുക. 2 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം. എന്തിനാണ് ആ പ്രോഗ്രാം വന്നതും പഠിച്ചു വയ്ക്കണം. അതോടൊപ്പം തന്നെ ഏത് ഇയറിലാണ് ആ പ്രോഗ്രാം വന്നതും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചാൽ കഴിഞ്ഞു. അപ്പം നമ്മുടെ 4ാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. അതായത് ആദ്യത്തെ പോയിന്റ് പോവേർട്ടി എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താ ഡിസ്കസ് ചെയ്തു. 2ാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. 3ാമത് ഇൻഡിക്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാഷണലും ഗ്ലോബലും ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് വണ്ണായിട്ട് ഇപ്പം നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, നമ്മളിപ്പം ഗവൺമെൻറ് എല്ലാ പ്രോഗ്രാമുകളും ഇതുവരെ ഉണ്ടായിരുന്നില്ല. പ്രീ ഇൻഡിപെൻഡൻസ് തൊട്ട്, അതായത് പ്രീ ഇൻഡിപെൻഡൻസിലാണ് മറ്റേ PDS സിസ്റ്റം വരുന്നത്, അത് മുതൽ ഇതുവരെയുള്ള പ്രോഗ്രാമുകളെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. മേജർ പോയിന്റ്സിലെല്ലാം കവർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് നോക്കാം. സോ വാട്ട് ഡസ് ദിസ് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ? വാട്ട് ഡസ് ദ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ എന്നുള്ളത് ചോദിക്കുന്നത്? നോക്കൂ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് എല്ലാം നമുക്കറിയാം, ഇൻഫ്ലേഷൻ റേറ്റ് എല്ലാം നമുക്കറിയാം. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നുള്ള ഇറ്റ്സെൽഫ് ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വാട്ട് ഡസ് ദ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ എന്ന് ചോദിക്കുക, ആ വാക്കിൽ തന്നെ വരുന്നു. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് C എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. റൈറ്റ്, ദെൻ രണ്ടാമത് നമുക്ക് എന്താ വരുന്നത് നമുക്ക് നോക്കാം. റൈറ്റ്, രണ്ടാമത് നമുക്ക് വരുന്നത് എന്താണ്? സോ ഹൂ റിലീസസ് ദ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആരാണ് GMPI റിലീസ് ചെയ്യുന്നത്? GMPI റിലീസ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണോ? വേൾഡ് ബാങ്ക് ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ, IMF റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ചു വെക്കണം. ദെൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP മാത്രമാണോ അല്ലെങ്കിൽ UNDPയുടെ കൂടെ തന്നെ ഓക്സ്ഫാം പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന ഓർഗനൈസേഷൻ കൂടി ഉണ്ടെന്ന് പറയുന്നു. അതാണോ ഉള്ളത്? അല്ലെങ്കിൽ UNESCO ആണോ WHO ആണോ? നമുക്കറിയാം 2 പേര് ചേർന്നിട്ടാണ് അല്ലേ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 ഓർഗനൈസേഷൻസ് എന്നാണ് UNDPയും OPHIയും കൂടി ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. റൈറ്റ്, ദെൻ അടുത്ത എന്താണ് വരുന്നത്? അടുത്ത് വരുന്നത് MPI അഥവാ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ബൈ ദ ഇൻറ്റൻസിറ്റി ഓഫ് പോവർട്ടി, GDP പെർ ക്യാപിറ്റ ബൈ ഇൻഫ്ലേഷൻ റേറ്റ് ആണോ, അതല്ല അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ബൈ ഇൻഫ്ലേഷൻ റേറ്റ് ആണോ, പോപ്പുലേഷൻ ബൈ ദ പോവർട്ടി ലൈൻ ആണോ? നമ്മളൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് പോവർട്ടി എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഹെഡ് കൗണ്ട് റേഷ്യോ ആൻഡ് ഇൻറ്റൻസിറ്റി, ഇത് രണ്ടും ചേർത്താണ് നിന്നത് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന് മെഷർമെൻറ്റ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? A ആണ് വരുന്നത്. റൈറ്റ്, നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്? വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പുവർ വേൾഡ് വൈഡ് അക്കോർഡിംഗ് ടു ദ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് 2022-2023 വരുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുവറുള്ള രാജ്യം ഏതാ? നൈജീരിയ ആണോ? അല്ല. റൈറ്റ്, ഇന്ത്യ ആണോ? നോക്കട്ടെ, അവിടെ നിൽക്കട്ടെ. റൈറ്റ്, ചൈന അത് വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു രാജ്യമായിട്ട് പറയുന്നുണ്ട്. ബ്രസീൽ ആണോ? ബ്രസീൽ. അപ്പോൾ നമുക്ക് അറിഞ്ഞു വെക്കണം, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അസംഷൻസ് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലോബൽ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് എന്താണ്? 4 അതായത് നമ്മൾ 1.41
ബില്യൺ എന്താണ് ആളുകളായി കഴിഞ്ഞിരിക്കുന്നു. അഥവാ ചൈനയെ നമ്മൾ സർപ്പാസ് ചെയ്തിരിക്കുന്നു. എന്തിൻ്റെ കാര്യത്തിൽ? പോപ്പുലേഷൻ്റെ കേസിൽ ഇന്ത്യ ചൈനയെ എന്ത് ചെയ്ത് സർപ്പാസ് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം എന്താണ്? ചൈനയല്ല, ചൈനയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും റീസെൻ്റായി പറയുന്നത് എന്താണ്? ഇന്ത്യയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളതാണ് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും സെക്കൻഡ് നിൽക്കുന്നതെങ്കിലും 2021 സെൻസസ് നടക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയുടെ യഥാർത്ഥ പോപ്പുലേഷൻ എത്രയാണ് നമുക്ക് നമ്മുടെ സെൻസസ് വഴി അറിയാത്തത്. ഗ്ലോബൽ ഡാറ്റ എല്ലാം എന്താ പറയുന്നത്? ചൈനയെ ഇന്ത്യ സർപ്പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. സോ ആൻസർ ഈസ് ഇന്ത്യ. അപ്പോൾ പക്ഷേ എന്താണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താണ് പോവർട്ടിയും കൂടാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളത് ഒരു ഗസ് ചെയ്യാം നിങ്ങൾക്ക്. റൈറ്റ്. Then how much did the incidence of poverty fall in India from 2005 to 2005 to 2019 and 21 എന്നുള്ള രൂപത്തിൽ? റൈറ്റ്. 2005, 2006 കാലഘട്ടം മുതൽ 2019, 2021 കാലഘട്ടം നോക്കുന്ന സമയത്ത് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ കണക്ക് പ്രകാരം എത്ര പെർസെൻറ്റേജ് ആണ് ഇന്ത്യയിലെ പോവർട്ടി റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. 45 25 പറയുന്നുണ്ട്, 60 30 പറയുന്നുണ്ട്, 70 24 പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് വൺ എന്താണ്? 55% നിന്നും 16.4%. ടോട്ടൽ 22 കോടി ആളുകൾ ഇന്ത്യയിൽ നിന്നാണ് പുവറ എന്നുള്ളതാണ് പറയുന്നത്. 22 കോടി ആളുകൾ പുവറ എന്ന് പറയുന്നുണ്ട്. എവിടെയാണ്? ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പറയുന്നത് 22% ആളുകൾ പുവറ എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ്. ദെൻ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? വാട്ട് ഈസ് ദ ഇന്റർനാഷണൽ പോവർട്ടി ലൈൻ സെറ്റ് ബൈ വേൾഡ് ബാങ്ക് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് വേൾഡ് ബാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ പോവർട്ടി ലൈൻ എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ പോവർട്ടി ലൈൻ എന്നുള്ളത് വേൾഡ് ബാങ്ക് സെറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഇന്ത്യൻ റുപ്പിയുടെ ബേസിലായിരിക്കുമോ? ഒരിക്കലും അല്ല, അല്ലേ? റൈറ്റ്. മറ്റുള്ള ലോക്കൽ കറൻസി വെച്ചിട്ടായിരിക്കുമോ? അല്ല. എന്നായിരിക്കും? ഡോളറിൻ്റെ ബേസിലായിരിക്കും. ഡോളറിൻ്റെ ബേസിലാവുന്ന സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? 2.15 പെർ പേഴ്സൺ പെർ ഡേ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ വ്യക്തിയെ എന്താണ് പോവർട്ടി ഇല്ലാത്ത വ്യക്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അഥവാ 200 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ഒരാളെയാണ് നമ്മൾ അബ്സല്യൂട്ട് പൂവർ അല്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു, അല്ലേ? ഇത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് എന്താണ്? പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ഈസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പ്രോഗ്രാം? ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ ഇൻഡെക്സ് ഒഴികെ ബാക്കി പഠിച്ച 2 ഇൻഡെക്സുകളും ഒരു റിപ്പോർട്ടും വരുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? വേൾഡ് ബാങ്ക് ആണ് റിലീസ് ചെയ്യുന്നത് നമുക്കറിയായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേൾഡ് ബാങ്ക് കാണുന്നുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മാറിപ്പോരുത്. WTO ഒന്നും സെലക്ട് ചെയ്ത് പോകരുത്. വേൾഡ് ബാങ്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നതാണ് വാട്ട് ഡസ് ദ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് മെഷേഴ്സ്? എന്താണ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്? ദ ഗ്യാപ്പ് between the rich and poor, the amount of money required by the poor households to reach the poverty line, the difficulty in poverty level between urban and rural area, the gap in education level between the poor and the non-poor. നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഹൗസ് ഹോൾഡ് ഡൈമെൻഷൻ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അല്ലേ? സോ ദ amount of money required by the poor household to reach the poverty line എന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് നോക്കുന്നത്. ഇത് ആരാണ് റിലീസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു വേൾഡ് ബാങ്ക് ആ റിലീസ് ചെയ്യുന്നതും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഇനി അക്കോർഡിംഗ് ടു പോവർട്ടി ഷെയർഡ് പ്രോസ്പെരിറ്റി റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെരിറ്റി റിപ്പോർട്ട് 2022, by now how many did the numbers of people living below the extreme poverty line rise in 2020? എത്ര ആളുകളാണ് ഇപ്പോൾ പോവർട്ടിയിലേക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? പോവർട്ടിയുടെ ബക്കറ്റിലേക്ക് ഇൻക്രീസ്. കാരണം 20ക്ക് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസ് ഗ്ലോബൽ ലെവൽ ഉണ്ടാകുന്നുണ്ട്. പോസ്റ്റ് പാൻഡമിക് എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്, പോവർട്ടി ലൈനിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര മില്യൺ ആളുകളാണ് ഈ പോവർട്ടി ബാസ്ക്കറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ്. അപ്പം നമുക്ക് അറിയാം, അല്ലേ? എന്താണ്? വളരെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 70 മില്യൺ ആളുകളാണ് ഈ പറയുന്ന ലെവലിലേക്ക് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ദെൻ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഈസ് റിലീസ്ഡ് ബൈ വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ? നോക്കൂ, ഇന്ത്യയിൽ NMPI അഥവാ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ഒരൊറ്റ ഏജൻസിയാണ്, അല്ലേ? എന്താണത്? നീതി ആയോഗ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിട്ട് വരാം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാം. ഇതൊന്നും നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് പോകരുത്. ഇവരൊന്നുമല്ല, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. റൈറ്റ്. ദെൻ നീതി ആയോഗ് എന്ന് ഓർത്ത് വയ്ക്കുക.
അക്കോർഡിംഗ് ടു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 ഇറങ്ങി എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാഡ് ദ പൂവറസ്റ്റ് ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ മൾട്ടി ഡൈമെൻഷണൽ പൂവർ. ഹയസ്റ്റ് വരുന്നത് ആരാണ് നമുക്കറിയാം അല്ലേ, ആരാ? ബീഹാറാണ്. പൂവറസ്റ്റ് എന്ന് ചോദിക്കുമ്പം ഈ വാക്ക് തെറ്റിപ്പോയത് കേട്ടോ. ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ മൾട്ടി ഡൈമെൻഷണൽ പൂവറായിട്ടുള്ളതാണ് ചോദിച്ചത്. മൾട്ടി ഡൈമെൻഷൻ പൂവറായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അത് ബീഹാറാണ്. എന്നാൽ അത് ലോവസ്റ്റ് ആണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കേരള എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നോക്കൂ, നിങ്ങൾ എന്താണ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ മൾട്ടി ഡൈമെൻഷനലി പൂവർ ആസ് പെർ ദ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്താൽ ഇനി ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ബെയർ നെസസിറ്റി ഇൻഡെക്സ് എന്ന കോൺസെപ്റ്റ് എന്താണ്? അത് ഇറക്കുന്നത് എക്കണോമിക് സർവേ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു മെഷർ ദ ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. മെഷർ ദ ഇൻഫ്ലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണെന്ന് പറയുന്നു. ടു ക്വാണ്ടിഫൈ ദ ബേസിക് നീഡ് അപ്രോച്ച് ഓഫ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ടു ടാക്കിൾ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ്. ഇതിൽ ഏതാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, റൈറ്റ്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? ടു ക്വാണ്ടിഫൈ ദ ബേസിക് നീഡ്സ് അപ്രോച്ച് ടു എക്കണോമിക് ഡെവലപ്മെന്റ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. ബെയർ നെസസിറ്റി ഇൻഡെക്സ് പലപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പലപ്പോഴും പലരും അത് അറിയില്ല. നമുക്ക് ഈ എക്കണോമിക് സർവേ ആണ് അത് റിലീസ് ചെയ്യുന്നുള്ള അറിയാത്ത ആളുകളുണ്ട്. അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഹൗ മെനി ഇൻഡിക്കേറ്റേഴ്സ് ഡസ് ദിസ് ബെയർ നെസസിറ്റി ഇൻഡെക്സ് സമ്മറിയിൽ എത്രമാത്രം ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള 26 എന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? 26 എന്നുള്ളത് സോ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, റൈറ്റ്. ദെൻ വിച്ച് ഡൈമെൻഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബെയർ നെസസറി ഇൻഡെക്സ്? ഏതാണ് നോട്ട് ഇൻക്ലൂഡ് എന്ന് ചോദിച്ചത്? അത് വളരെ സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ടർ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, മൈക്രോ എൻവയോൺമെൻറ്റ്, റൈറ്റ്. എഡ്യൂക്കേഷൻ ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്, റൈറ്റ്. എഡ്യൂക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നോക്കി വെക്കേണ്ടത്, റൈറ്റ്. പക്ഷേ എഡ്യൂക്കേഷൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്യണം, റൈറ്റ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് റീഡിഫൈൻ ചെയ്യാം. എഡ്യൂക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്. നമുക്കത് നോക്കാം, റൈറ്റ്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? എന്താണ് ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എയിം എന്താണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ടു ഡിസ്ട്രിബ്യൂട്ട് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, ടു ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്, ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, ടു പ്രൊവൈഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാമല്ലേ എന്താണ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കാനുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസറായി വരുന്നത്. ആൻസർ ബി നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ദെൻ നമുക്ക് വരുന്നത് ഇൻ വിച്ച് ഇയർ ദ ഇൻറ്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത ടോപ്പിക്കാണ്. ഏതാണെന്നുള്ളത് നമുക്കറിയാം. 1978 ഈ പ്രോഗ്രാം വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്. ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്, റൈറ്റ്. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. അന്നപൂർണ സ്കീം ടാർഗറ്റ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5 years എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, റൈറ്റ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആക്ട് ഗ്യാരണ്ടി 100 days ഓഫ് സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് പെർ ഹൗസ്-ഹോൾഡ് പെർ ഇയർ എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചു ഫോർ ദ അർബൻ പൂർ എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിലെ ആൻസർ നിങ്ങൾ നോക്കുക. അന്നപൂർണ സ്കീം ടാർഗറ്റ് ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 5 years അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? നമുക്ക് 65 വയസ്സിന് മുകളിലുള്ള അതിന് 65 ഏജിന് മുകളിലുള്ള ആളുകൾക്കാണ് അന്നപൂർണ സ്കീം വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ സ്കിൽഡ് എംപ്ലോയീസിന് എല്ലാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്കിൽഡ് എംപ്ലോയീസ് ഇങ്ങനെ തരാം കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തരാം. സ്കിൽഡ് എംപ്ലോയീസ് എന്നുള്ള രൂപത്തിൽ തരാം. സ്കിൽഡ് എംപ്ലോയീസ് അല്ല, അൺസ്കിൽഡ് എംപ്ലോയീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വൺ എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ദ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് സെൽഫ് എംപ്ലോയിഡ് വെഞ്ചൂസ് ഫോർ ദ അർബൻ പൂർ എന്നുള്ളതാണ് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രൂപത്തിൽ ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നല്ല രൂപത്തിൽ ഇത് റിവൈസ് ചെയ്യാം. ഈ ടോപ്പിക് റിവൈസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഗ്ലോബൽ ഇൻഡെക്സും നാഷണൽ ഇൻഡെക്സസും എന്താ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ 1 by 1 ആയി അതിൻ്റെ ഇയറും അതിൻ്റെ ഒബ്ജക്റ്റീവും നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നതെന്ന് കൂടി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി പഠിക്കുക. 4 പോയിന്റുകൾ നമ്മൾ പോവർട്ടിയുടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. ആ പോയിന്റ് കേരളവും അതുപോലെ തന്നെ പോവർട്ടിയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ പോവർട്ടിയുടെ 3rd സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോവർട്ടി എങ്ങനെയാണ് കേരളത്തിൽ വരുന്നത്, കേരളവും പോവർട്ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്.